ബഹുമാന്യ സദസ്, കൊല്ലം അശ്വതി ഭാവനയുടെ വിനീതമായ നമസ്കാരം. അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കുന്നു. അതിനു മുൻപായി ഞങ്ങൾക്ക് ഇന്ന് ഈ വേദിയിലൊരു നാടകം അവതരിപ്പിക്കാൻ അവസരമുണ്ടാക്കി തന്ന ഗാന്ധി ഭവൻ ഇൻ്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിനും അതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും സംഘാടകർക്കും അശ്വതി ഭാവനയുടെ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുകയാണ്. സർവോപരി ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തി TP മാധവൻ സാറിനും അശ്വതി ഭാവനയുടെ നന്ദിയും കടപ്പാട് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സർവോപരി ഈ നാടകം കാണുവാൻ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും അശ്വതി ഭാവനയുടെ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അശ്വതി ഭാവന നാടകം ആരംഭിക്കുന്നു. അനുഗ്രഹിച്ചാലും. നാടകത്തിൻ്റെ അണിയറയിലും അരങ്ങിലും ഗാനങ്ങൾ രാജീവ് ആലിങ്കൽ, സംഗീതം ഉദയകുമാർ അഞ്ചൽ, പാടിയവർ ബിനു സരിക, ശുഭ രഘുനാഥ്. രംഗപടം ആർട്ടിസ്റ്റ് സുജാതൻ. രംഗം ഒരുക്കുന്നവർ ഓമനക്കുട്ടൻ കല്ലുംതാഴം, രാജു തൊടിയൂർ, ഇർഷാദ് മുടിയിൽ. റെക്കോർഡിംഗ് റജി ശ്രീരാഗ് കരുനാഗപ്പള്ളി. സംഗീത നിയന്ത്രണം പ്രകാശ് മുതുകുളം. പ്രകാശ നിയന്ത്രണം മണി തെക്കുംഭാഗം. ശബ്ദവും വെളിച്ചവും അശ്വതി ഭാവന. കോസ്റ്റ്യൂം ഡിസൈനർ ശ്രീകുമാരി സത്യൻ. സ്റ്റിൽസ് രാജേഷ് തേജസ്. പരസ്യകല കബീർ എൻസൈൻ. ഓഫീസ് നിർവഹണം മാധവ് ശ്യാം രഹാൻ. സെക്രട്ടറി മഞ്ജുഷ വെസ്റ്റേൻ. PRO വാരനാട് ബാബു. നിയമോപദേശം അഡ്വക്കേറ്റ് ബിനു. സാരഥി അജയ് ഘോഷ് വായനശാല. രംഗത്ത് സർവശ്രീ ചേർത്തല രാജൻ, അശോക് ഭാസ്കർ, ജോഷി കാളാരൻ, നിഖിൽ ബാബു, മണിക്കുട്ടി, ശ്രീജ കൃഷ്ണ. സഹസംവിധാനം കലേഷ് KPSC. നിർമ്മാണം ശ്രീമതി രത്നമ്മ ബ്രാഹ്മമുഹൂർത്തം, ജിതിൻ ശ്യാം കൃഷ്ണ, നിതിൻ ഭാവന. നാടകാവതരണം കൊല്ലം അശ്വതി ഭാവന. നാടകരചന കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി, കലേഷ് KPSC. നാടക സംവിധാനം മനോജ് നാരായണൻ. എല്ലാവർക്കും കൊല്ലം അശ്വതി ഭാവനയുടെ സ്നേഹസ്വാഗതം. ബ്രാഹ്മമുഹൂർത്തമായി അശ്വതി നക്ഷത്രം വാനിലൊരു വർണ്ണബിന്ദുവായി വിളങ്ങവേ ഭാവനാദീപം തെളിഞ്ഞു ഇരുളലയാകയകറ്റുമീ അശ്വതി ഭാവന. അശ്വതി ഭാവന. അശ്വതി ഭാവന. അശ്വതി ഭാവന. പ്രതിഭാധനനായ നാടകകൃത്ത് KT മുഹമ്മദിന് അന്തർദേശീയ കഥാരചനാ മത്സരത്തിൽ ഭാരതഭാഷകളിൽ 1ാം സ്ഥാനത്തിന് അർഹത നേടിക്കൊടുത്ത കണ്ണുകൾ എന്ന ചെറുകഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് തയ്യാറാക്കിയ സ്വതന്ത്ര നാടകം കുരങ്ങു മനുഷ്യൻ.
അവനെ കണ്ടോ? അവന്റെ രൂപം കണ്ടോ? ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ? ഇവന്റെ പേരെന്താണെന്നറിയാമോ? സുന്ദരൻ. ഇവരെ നോക്കി ആരാടാ ഇങ്ങനെ ഒരു പേരിട്ടത്? ആ ചാപ്പിയ മൂക്കും ഉണ്ട കണ്ണും ശരിക്കും ഒരു കുരങ്ങു മനുഷ്യൻ. ചിരിച്ചോ? എന്നെ നോക്കി കളിയാക്കി ചിരിച്ചോ? എന്റെ ഈ രൂപം കണ്ട് നിങ്ങൾ ആർത്തു ചിരിക്കുമല്ലേ? ആർത്തു ചിരിച്ചോ? മതിപെരുമാളും ചിരിച്ചോ? അതും പോരിക്ക് എന്നെ നോക്കി കല്ലെറിഞ്ഞോ? ഞാൻ മനുഷ്യനല്ല, കുരങ്ങു മനുഷ്യൻ. സുന്ദര, ഈ പേര് കാരണോ ഞാൻ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്ത്? സുന്ദരൻ എന്റെ ഓർമ്മയിൽ എപ്പോഴും മുഴകി കേട്ടിരുന്ന ആ ഒരു വൃത്തികെട്ട പേര് കുരങ്ങ് മനുഷ്യൻ. കുരങ്ങ് മനുഷ്യൻ വളരെ വ്യത്യസ്തവും എന്നാൽ അതിലേറെ സാദൃശ്യമുള്ള രണ്ട് പേരുകൾ. രൂപഭാവങ്ങളിൽ രണ്ടും ഒന്ന് തന്നെയാണെന്ന് തോന്നിയാലും രണ്ടും രണ്ടാണ്. സുന്ദര, വയലിൻ എന്ന ഈ സംഗീതോപകരണത്തിന് മനുഷ്യ ജീവിതത്തിൻ്റെ ഈണമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരുള്ളിടത്തെല്ലാം ഈ സംഗീതവുമുണ്ട്. ആരാണ് ഈ മനുഷ്യൻ? ജനിതക പാരമ്പര്യത്തിൽ ഒരു നാൾ അവൻ കുരങ്ങനായിരുന്നു. കാലപ്പഴക്കത്തിലൂടെ കുരങ്ങനിൽ നിന്നും നാമെല്ലാം മനുഷ്യരായപ്പോഴും ഇവനെ ഇപ്പോഴും കളിയാക്കി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു കുരങ്ങു മനുഷ്യൻ. ഈ പരിഹാസനായ മനുഷ്യനെ ഇവിടെ ഇങ്ങനെ ഒറ്റക്കിട്ടിട്ട് പോകാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവൻ ജീവിച്ചു തീർക്കുന്ന ഈ നാടകത്തിൻ്റെ നാട്ടുവഴികളിലൂടെ ഇടയ്ക്കിടെ ഞാൻ വരും, ഒരു സൂത്രധാരനെ പോലെ എൻ്റെ ഈ വയലിനുമായി. സുന്ദര, മറ്റുള്ളവർ നിന്നെ കളിയാക്കുമ്പോഴും നിന്റെ മനസ്സിനെ തിരിച്ചറിഞ്ഞ ചിലരുണ്ടായിരുന്നു. അവർ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നിന്റെ ഗ്രാമത്തിലെ മുക്കവലയിലുള്ള ആ ചായക്കട, അവിടെയായിരുന്നു നീ നിന്റെ ജീവിതം നട്ടു വളർത്തിയത്. ഒരു രസകരമായ പ്രഭാതം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നീയും നിന്റെ അമ്മയുമൊത്ത് അവസാനമായി പെണ്ണ് കാണാൻ പോയ ദിവസം.
കൂടെയുള്ളത് ദിസ് ഇസ് സ്റ്റോൾ ഫ്രീ ഫൺ വിച്ച് ഇസ് ബ്രോട്ട് ടു യു ബൈ. ഇവിടെ കോൺടെസ്റ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പല പല ജില്ലകളിൽ ചെന്ന് കഴിഞ്ഞാൽ പല പല രീതിയിൽ പല പല ഡയലക്ട്സ് ഉണ്ട്, പല പല രീതിയിലുള്ള പ്രൊനൗൺസിയേഷൻസ് ഉണ്ട്. ഇന്നുണ്ടല്ലോ ഇവിടെ ഓഫീസിൽ എൻ്റെ അടുത്ത് ഒരാളിങ്ങനെ പറയായിരുന്നു കാറ് ബൈക്കായി പോയിന്ന്. ഞാനത് എന്തോ മാജിക് ആണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാർ എങ്ങനെയാണ് ബൈക്കാവണത്? പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കാറ് ബൈക്കായി പോയി, അതായത് വഴിക്കായി പോയി എന്നുള്ളതാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് കേട്ടോ. പക്ഷെ പലപ്പോഴും നമുക്കിങ്ങനെ ചില ചില നാടുകളിലെ ചില ചില മലയാളം തന്നെ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളൊന്ന് ഒരു സെക്കൻഡ് ആലോചിക്കുക അല്ലേ. അപ്പൊ ഇന്നെന്തായാലും അതുപോലെ വേറൊരു വാക്കും കൂടെ എന്റെ ലിസ്റ്റിൽ വന്ന് പെട്ടിട്ടുണ്ട്. അനക്ക് തീരെ ഉദ്യർക്കമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഉദ്യർക്കം? അതാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ സജിത്തെ, അനക്ക് തീരെ ഉദ്യർക്കമില്ല, എന്താണത്? പക്ഷേ അത്രയ്ക്ക് മോശമാണോ? മനസ്സിലായില്ല, ഏത് ഭാഷയത്? മലയാളം തന്നെയാ. ദീപന ഭാഷ കേട്ടിട്ട് സത്യമായിട്ടും ഇങ്ങനൊരു കലാബോധം പോലും ഇല്ല. ഹെൽമറ്റ് നിർബന്ധമാക്കി. പുറകിലിരുന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കി. ഓ, രാവണൻ ബൈക്ക് യാത്ര ചെയ്യാനുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ, തെന്നി പോകത്തേ ഉള്ളൂ. ചായക്കടക്കാരൻ പീഡിപ്പിച്ചു, വീട്ടമ്മയെ പീഡിപ്പിച്ചു. ഓ, ഈ പത്രം നിവർത്തിയാൽ പീഡനങ്ങളും അതിനെക്കുറിച്ചുള്ള വർണ്ണനകളും മാത്രം. സമ്മതിക്കണം. റെപ്പായിക്ക് എന്താണോ കാണേണ്ടത് അത് റെപ്പായി കാണും, അല്ലാതെ പത്രക്കാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും പറഞ്ഞ റപ്പായി കുഴപ്പക്കാരനാ എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്, ഒരു പൊതുവായ കാര്യം അതാ പറഞ്ഞത്. എന്താണോ വെറുതെ ഒന്ന് ഉറക്കം പറ, എന്റെ ചെവിക്കൽപ്പം കുറവാണ്. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. ഞാൻ ആ ചെക്കനെ കുറിച്ച് ചോദിച്ചതാ. ഇന്ന് കാലത്ത് പെണ്ണ് കാണാൻ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ എന്ന്. എവിടെ വരാനാണ്? അമ്മയും മോനും കൂടി രാവിലെ പോയിരിക്കുക, ഇന്നൊരു പെണ്ണിനെ കൊണ്ടേ വരുമെന്ന് പറഞ്ഞു. അത് നടന്നു തന്നെ. ഓ, എന്റെ കുമാരേട്ടാ, മോന്തയ്ക്ക് കണ്ണുള്ളവരാരെങ്കിലും അവന് പെണ്ണ് കൊടുക്കോ? അവൻ എന്താണ് ഒരു കുഴപ്പം? അവനെന്താ ഒരു ഗുണം? അവനൊരു മനുഷ്യനല്ലേ. എന്താണ് ചിരിച്ചത്? അവനെ ആരെങ്കിലും മനുഷ്യനായിട്ട് കണക്കാക്കുവോ? നിന്നെപ്പോലുള്ളവർക്ക് തോന്നില്ലായിരിക്കാം, പക്ഷെ ഞങ്ങളെയൊക്കെ മുന്നിൽ അവർ ഒന്നാം തരാണ്. അവനെന്താ ഒരു തെളിവ്? അവൻ അന്തസ്സായിട്ട് ജോലി ചെയ്താ ജീവിക്കണം. നിന്നെപ്പോലല്ല. അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഈ ഉണക്ക ചായക്കടയിൽ പാത്രം മോറുന്നതും വെള്ളം കോരുന്നതും അല്ലേ അന്തസ്സുള്ള ജോലി? ഈ പണിക്ക് എന്താണ് ഒരു കുഴപ്പം? ഈ പണിയെന്ന് വെച്ചാൽ വെള്ളം കോരലും പാത്രം കഴുകലും അത്രയ്ക്ക് അന്തസ്സ് കേട്ടോ. എന്റെ കുമാരേട്ടാ, അന്തസ്സുള്ള ആരെങ്കിലും, അതായത് എന്നെ പോലെ ഈ ജോലി എന്നൊരു പെണ്ണ് കൊടുക്കുവോ? എങ്കിൽ അന്തസ്സുള്ള നിന്റെ ജോലി എന്താ? അല്ല, എന്റെ ജീവിക്കാനുള്ള വരുമാന മാർഗം എന്താണെന്ന്. തമാശയൊന്നുമല്ല, എന്റെ ചോദ്യത്തിന് ഉത്തരം പറയുക. നിന്റെ ജോലി എന്താ? അല്ല, എന്റെ ജോലി എന്താ? അതന്നെ, മറ്റുള്ളവരെ കളിയാക്കി അവരെ കുറിച്ച് ഇല്ലാത്തൊക്കെ പറഞ്ഞുണ്ടാക്കി വായി നോക്കി ഇങ്ങനെ ഇരിക്കുക. മയ്യറങ്ങി പണി ചെയ്യാൻ നിനക്കൊക്കെ അറിയാമോ? എന്താണെന്ന് അറിയത്തില്ല കുമാരേട്ടാ. ജോലി ചെയ്യാന് എന്റെ ഭാര്യ സമ്മതിക്കത്തില്ല. അതെയാ? ശരീരം ഉയർത്താലേ നടുവുടുക്കുമെന്ന് അവള് പറയുന്നേ. അത് ശരി. പക്ഷെ അവൾക്ക് എന്നോട് പറ്റിട്ട് ഭയങ്കര സ്നേഹം. ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ചില്ലി തൊട്ടെടുക്കാതെ എന്റെ കൊടുത്തു. അത് വാങ്ങി പോക്കറ്റിലിട്ട് അവൾ ഉണ്ടാക്കി തരുന്ന മൂക്കുമുത്തട്ടി അവളെ ചീത്ത വിളിക്കുക. ഇതല്ലേടാ നിന്റെ ജോലി? എന്റെ കർത്താവേ, ഇങ്ങോട്ട് വരാൻ 3 മണിയായിട്ടും തന്നെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുക. ഏതായാലും തനിക്ക് ഒരു ചായ എടുക്കാം. അതൊക്കെ അവിടെ ഇങ്ങോട്ടോ താനിങ്ങോട്ട് പോന്നു. പശുവിനെ കറന്ന് ഒരു ചായ ഇട്ട് കുടിച്ച് ഞാൻ പശുവിനെ കൂടെ വടക്കെ പാടത്തൂടെ കെട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എന്നാലും കുമാരേട്ട പറഞ്ഞാലേ ഒരു കട്ടൻ ചായ കുമാരേട്ടോ വല്ല മൂട്ടക്കാവരെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടാ. ഇവനായിരുന്നു റപ്പായി.
എന്റെ മോന്തിനാണ് ഒരുമാതിരി ഇഞ്ചി കടിച്ച കുറങ്ങനെ പോലെ ഇരിക്കണം. ഇഞ്ചി കടിച്ച കുറങ്ങനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടല്ലോ നോക്കണേട്ടാ. ഈ റെപ്പായി വല്ല കുഴപ്പം കാണിച്ച റെപ്പായി അങ്ങനെ കുഴപ്പമൊന്നും കാണിക്കരുത്. പക്ഷെ അവന്റെ നോട്ടത്തില് നമ്മുടെ പണിക്കൊട്ടും അന്തസ്സില്ലെന്നാ പറയണത്. ആ റെപ്പായിക്ക് നല്ല അന്തസ്സാ. എന്താ കഴിഞ്ഞ ദിവസം എന്റെ കയ്യിൽ നിന്ന് 500 രൂപ വാങ്ങിച്ചിട്ട് മുങ്ങിയതാ. 500 രൂപയോ ആദ്യം കേൾക്കണം. എങ്ങനെ തലയിലൊക്കെ കൂടാൻ പറഞ്ഞതാ. 500 രൂപ അഡ്വാൻസ് ആയിട്ട് അപ്പൊ തന്നെ വാങ്ങി. ഇന്നലെ രാവിലെ വരാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പോകണത്. എന്റെ വർക്കിച്ചാട്ടാ മനസ്സിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ പൊതുസഭയെ പറയുന്നു പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പയ്യെ എന്താ മേടിച്ച തിരിച്ചു കൊടുക്കാനുള്ള മിനിമം അന്തസ്സുകൾ നീ കാണിക്കണം. അയ്യോ മിനിമം അന്തസ്സുള്ള ഒരു മാന്യേ എന്റെ കുമാരേട്ടാ ഇങ്ങനെ ജോലിക്കെന്നും പറഞ്ഞ് വിളിക്കും. നമ്മൾ സ്നേഹം ഓർത്ത് ചെല്ലും. വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോരാൻ നോക്കുമ്പോ ഇങ്ങനെ ബംഗാളികളെ ഒലിപ്പിക്കുന്ന പോലെ ഒരു ഫീലുണ്ട്. ഞാൻ ചെല്ലും. ഉടനെ വേണത് കുറച്ച് ചാണകം പാരിയത്തേക്കിന്റെ മൂട്ടിലിട്ടേ, കുറച്ച് ആട്ടും കാട്ടം പാരി പായയുടെ മൂട്ടിലിട്ടേക്കും, കുറച്ച് പാറ്റാക്കാട്ടം പാരി അങ്ങേരുടെ മൂട്ടിലിട്ടേക്കാൻ. എടാ അതിനൊക്കെ കൂടെയുള്ള കൂലിയല്ലേ അവൻ തരണത്. കയ്യടി മനമേ പാറ്റാക്കാട്ടോ ആട്ടുംകാട്ടം പാരാനൊന്നും എന്നെ കിട്ടത്തില്ല. സ്മെല്ലടിക്കും. മണം കേട്ടോ. കയ്യിലോട്ട് കാശ് എണ്ണി വാങ്ങുമ്പോഴേ നീ ഇതൊക്കെ കല്ലല്ലേ വർക്കിച്ചാട്ട് അച്ചത്തു എന്തെങ്കിലും പറഞ്ഞ ഉടനെ കൈയും കാലം വെക്കും കൊച്ചു കള്ള അന്തസ്സുള്ള പണിയാ ഞാൻ ചെയ്ത് കാണിക്കാം. അവന് കൊടുക്കും അന്തസ്സുള്ള പണി. എടാ സ്വന്തമായ ഒരു ജോലി പോലും അറിയാൻ പാടില്ലാത്ത നീ എന്ത് അന്തസ്സുള്ള പണി ചെയ്യുമെന്നാ പറയുന്നത്. സ്വന്തമായിട്ട് ജോലിയാണ് ഇയാൾ ഇങ്ങനത്തെ ജോലിയല്ലേ എനിക്കത് വേണ്ട. നായകനില്ല, നായിക മാത്രമേ ആ വരവിന് എന്തോ ഒരു ആഗ്രഹം കൂടുതലുണ്ട്. കുഴപ്പമായി. കുമാരേട്ടാ കുടിക്കാൻ ഇത്തിരി വെള്ളം ഇങ്ങട്. അല്ല എന്നിട്ട് അവരെത്തിയേ പഴയതുപോലെ തന്നെ ഇപ്പഴെങ്കിൽ വരും. അല്ല അടുത്ത വണ്ടിക്ക് വരുമെന്ന് പറഞ്ഞാ അതെ. ഇന്നെന്താ പ്രശ്നം? ആ വെള്ളം ഇങ്ങെടുക്കും. റേഡിയേറ്ററിൽ വെള്ളം അടിക്കണ പോലെ പെണ്ണിനെ അവനെ പിടിച്ചില്ല. ഞാനെന്തോ ചെയ്യാനോ? ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു പെണ്ണിന് അവനെ ഇഷ്ടപ്പെടുണ്ടായോ? അല്ല അവന്റെ പേര് സുന്ദരൻ എന്നാണ് പറഞ്ഞില്ലേ? അതാ അവന് പിടിക്കാൻ പേര് സുന്ദരനാന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് കിടന്നങ്ങ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നിട്ടൊരു ചോദ്യം, ഈ കൊരങ്ങന്റെ പേരാണോ സുന്ദരൻ? സുന്ദര പേരാ എന്നെ എല്ലാവരും നാണം കടത്തുന്നേ. എന്റെ മുഖത്ത് നോക്കി ലോകത്തിൽ ഏതെങ്കിലും ഒരു അമ്മ ഇങ്ങനെ ഒരു പേര് വിളിക്കുവോ? സുന്ദരൻ മക്കളെ പുറമേ കാണുന്ന രൂപമല്ലടാ ഒരു മനുഷ്യന്റെ സൗന്ദര്യം. അവന്റെ മനസ്സിന്റെ തന്നെയാണ് അവന്റെ സൗന്ദര്യം. അതെ നിങ്ങൾ പറയാൻ പോന്നെ ഞാൻ എത്ര കേട്ടതാ. ഈ തള്ളിനടുത്തും നിങ്ങളടുത്തും ഇതൊക്കെ പറയുന്നു. നിങ്ങൾക്ക് എന്റെ മുഖത്ത് നോക്കി മനസ്സോട് സുന്ദരൻ എന്ന് വിളിക്കാൻ പറ്റുമോ? പിന്നെ നിങ്ങളെന്തിനാ എന്നെ സുന്ദരൻ വിളിച്ചേ? നീ എന്റെ മോനായതുകൊണ്ട് ഏതമ്മയ്ക്കാടാ തന്റെ മക്കൾ സുന്ദരന്മാരല്ലാതാവുന്നത്? അമ്മയും മോനും കൂടെ കരഞ്ഞ് ഇന്നത്തെ ദിവസം കൊള്ളിയല്ലാത്തതാക്കി കളയരുത്. മക്കളെ അവള് പോയെങ്കിൽ പോട്ടിടാ. നമുക്ക് വേറെ 100 പെണ്ണുങ്ങളെ കിട്ടിയല്ലേ. 100 പെണ്ണുങ്ങളെ കൊണ്ടോ ഇങ്ങനെ ചെലവിന് കൊടുക്കുക. ഒരാളത്തെ പെണ്ണായിരുന്നു എന്നെ ഇല്ലെന്ന് പറഞ്ഞോ ഞാനി തന്നോടൊപ്പം പോയ. ഇത് കേട്ടില്ലേ കുമാരേട്ടാ? ഇവന്റെ പറച്ചിൽ കേട്ടാ തോന്നും ഇതിനെല്ലാം കാരണക്കാരി ഞാനാണ്. ഓ നിങ്ങൾ മാത്രമല്ല എന്റെ തന്തേന്ന് പറഞ്ഞ ഉണ്ടായിരുന്നല്ലോ പോയാരാണ്.
അയാളും അതിന് കാരണക്കാരനാ. എടാ നീ ആ പറഞ്ഞത് നേരാ. നിന്റെ അച്ഛൻ അതേപടി വാർത്ത വെച്ചിരിക്കോ നിന്നെ. ഈ പൊട്ടാഷ് എന്നൊക്കെ പറയും. അതേടാ, ആ മനുഷ്യനെ എന്നാ ഞാൻ പഠിച്ചത്. ഈ കാണുന്ന രൂപമല്ല യഥാർത്ഥ സൗന്ദര്യമെന്ന്, പെരുമാറ്റമാണ്. എന്നെ എന്റെ കൊച്ചിനെ പൊന്നു പോലല്ലേ അങ്ങേര് നോക്കിയത്. മോളെ ഇരിക്കുന്ന രസ്യമൂത്തെ അങ്ങേരെ അങ്ങ് നേരത്തെ വിളിച്ചോണ്ട് പോയി. പോകാൻ നേരം എന്റെ കൈ പിടിച്ച് പറഞ്ഞെന്താന്നറിയും, എന്റെ മോനെ നോക്കിക്കൊണ്ടടി രശ്മി. അങ്ങനെ തന്നെ. എത്രാമത്തെ എപ്പിസോഡാണെന്നറിയോ? 10,000 ഇനിയുണ്ടോ? സുന്ദര നീ വിഷമിക്കണ്ടോ, അടുത്ത പെണ്ണ് നിനക്കുള്ളൂ. എന്റെ പൊന്നു ഗുരുവേ, ഇനി എനിക്ക് പെണ്ണ് വേണ്ട. ഇനി ഞാൻ പെണ്ണ് കാണുന്നേ ഇല്ല. അങ്ങനെ പറയുന്നത് കേട്ടോ. സൂര്യബിംബം പോലെ സുന്ദരിയായൊരു പെണ്ണ നിനക്ക് വേണ്ടി വരും. സുന്ദരേട്ടാന്ന് വിളിച്ചു കൊണ്ടുവരുന്ന ആ സുന്ദരി പെണ്ണിനെ നിനക്ക് വേണ്ടടാ. കവിത കുറിക്കാൻ കല്യാണം.
വിളിക്കുന്ന കേട്ടില്ലേ? നീ എവിടെ പോയി കിടക്കല സുന്ദര? ഓ ഇങ്ങടെ പോട്ടെ, ഇവരൊക്കെ നിന്നെ വിളിക്കുന്നെന്ന്. എന്തൊരു ശല്യമാ നിങ്ങൾ! അതിനെ എന്നെ എങ്ങനെ ശല്യം ചെയ്തേ? ഞാൻ നീ വരുന്നൊന്ന് പറ. എടാ, രാവിലെ അവിടെ വല്ല കച്ചവടം നടക്കുന്ന സമയമാ. നീ അങ്ങോട്ട് ചെന്നില്ലേ ആ മനുഷ്യൻ കിടന്ന് പെടാ പാടുപെടും. ചെല്ലട മോനെ, ചെല്ലേ. അത് പൈസൂടെ അങ്ങോട്ട് കയറാൻ. സുന്ദര, നീ എവിടെ പോയി കിടക്കല? രാവിലെ 5 മണിക്ക് അടുപ്പ് തീർത്തിക്കുന്ന മണി 7. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല എന്നറിയാലോ. പാടാ മക്കളെ, ഞാൻ വരുന്നില്ല. എല്ലാരോടും എന്നെ കളിയില്ലപ്പോഴേ നിങ്ങൾ അവിടെ കൊടുക്കാറുണ്ടോ? ഞാനോ? ലക്ഷ്മേ, ഇവൻ പറഞ്ഞു കേട്ടില്ലേ ഇവനെ ഞാൻ കളിയാക്കിയെന്ന്? അവൻ എങ്ങനെ പലതും പറയും. ഞാനും അവനെ കളിയാക്കിയെന്നാ അവൻ പറയുന്നേ. ഇന്നലെ തൊട്ട് ഇതുവരെ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. എടാ മക്കളെ, ഇത്രയ്ക്ക് മണ്ടനാകരുതാ. എന്നോർത്ത് പറഞ്ഞ അല്ലടാ. ഈ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? എടാ, നമുക്ക് വിധിച്ചാണെങ്കിൽ നമ്മെ തേടിയെത്തും, അല്ലെങ്കിൽ നമ്മൾ തേടി പിടിക്കും. എനിക്ക് എന്നിട്ട് ആരും തേടിക്കൊന്നും പിടിക്കണ്ട, ഞാൻ വരുന്നില്ല. ലക്ഷ്മി, ഞാൻ കടയടച്ച, അല്ലാതെ ഞാൻ ഇപ്പൊ എന്നാ ചെയ്യാനാ? ഞാൻ പോവുക. ഇവനല്ലേ പറ്റേണ്ടുള്ളൂ. ഞാൻ വരാൻ കുമാരേട്ടാ. ഇവനിങ്ങനെ ഓരോന്നും ഇങ്ങനെ കണ്ടോണ്ട് ഇരുന്നോട്ടെ. കഴുത. അവന് മറക്കാൻ കഴിയില്ല. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ദിവസം. കറുത്തിരണ്ട അവൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചത്തിൻ്റെ തിരുനാളമായി അവളെത്തി. ലീല. എന്താ വേണ്ട? അയ്യോ യജമാനെ, എനിക്ക് വല്ലാതെ വിശക്കുന്നു, എന്തെങ്കിലും തരണേ. എന്താ ചിരിക്കാത്ത? നീ എന്താ എന്നെ കണ്ടിട്ട് ചിരിക്കാത്തേന്ന്? അയ്യോ, എനിക്ക് കണ്ണ് കണ്ടുകൂടാ യജമാനെ. ശരിക്കും? ശരിക്കും. പിന്നെ നീ ഇവിടെ എത്തിയ? ദൈവം എവിടൊക്കെയോ കൊണ്ടെത്തിക്കുന്നു, പിന്നീട് അവൻ തന്നെ തിരിച്ച് വീട്ടിലും എത്തിക്കുന്നു. നിന്റെ പേരെന്താ? ലീല. ലീലേനാ? ലീല? ആ. വീട്ടിലാരൊക്കെ ഉണ്ട്? അതൊന്നും ഒരമ്മാവൻ, അവരുടെ അമ്മ ഒരു മുത്തശ്ശി. അച്ഛനും അമ്മയോ? മരിച്ചുപോയി. അയ്യോ, എങ്ങനെ? കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ. അങ്ങ് പുഴവക്കിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നതേ. പുഴ കരകവിഞ്ഞൊഴുകി. ഒരുപാട് ആളുകൾ ആ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. കൂട്ടത്തിൽ ഞങ്ങളും പെട്ടു. അച്ഛൻ എങ്ങനെയോ എന്നെ ഒരു കരയിലെത്തിച്ചു. ഒഴുക്കിപ്പെട്ടു പോയ അമ്മയെ തിരിഞ്ഞു പോയതാ അച്ഛൻ. രണ്ടാളും ആ പുഴയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയി.
അമ്മയും ഇല്ലാതെ കണ്ണു കാണാത്ത ഒരു പൊട്ടിപ്പെണ്ണി രക്ഷപ്പെട്ടിട്ട് എന്ത് ഭാഗ്യം യജമാനെ. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട് നിന്നപ്പോഴാ അന്ന് ബന്ധുവായ അയാൾ എന്നെ ഒപ്പം കൂട്ടിയത്. അവരുണ്ടായിട്ടും നീ എന്തിനാ പിച്ച നടന്നേ? പലതും കഴിക്കണ്ടേ. ഞാൻ പിച്ച തട്ടിയ അയാളും അമ്മയും ജീവിക്കുന്നത്. ഞാൻ മറുത്തെന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞു പോയെങ്കിൽ എനിക്ക് പൊതിരെന്നല്ല, പിന്നെ ഒന്നും പുറത്ത് പറയാൻ കൊള്ളില്ല യജമാനെ. ഞാനെന്തിനാ എന്റെ പ്രയാസമൊക്കെ അങ്ങോട്ട് പറയുന്നത്? എനിക്ക് വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തരണേ. ഞാനങ്ങ് മറന്നു. അമ്മ അമ്മ എടി പോത്തമ്മ വരത്തില്ല, എന്നോട് മടങ്ങി പോയേക്കോ. ആ സാരമില്ല, ഞാൻ എടുത്തു തരാം. വാ കേറി ഈ കൊച്ചു തുന്നയിലേക്ക്. എന്താ ഞാൻ കയ്യെ പിടിച്ചോണ്ടാന്നോ? യജമാന്റെ കൈക്ക് നല്ല ചൂടുണ്ട്, വിറയ്ക്കുന്നുണ്ട്. ആദ്യമായിട്ടൊരു പെണ്ണിന്റെ കൈ തൊട്ടോണ്ടാവും. അമ്മയല്ലാതെ വേറെ പെണ്ണെ ഞാൻ തൊട്ടിട്ടേ ഇല്ല. ആളുകളൊക്കെ എന്നെ കാണുമ്പോ ഓടിച്ചു വിടും. കൊച്ചു കുട്ടികളൊക്കെ അലറിക്കറി. അയ്യോ അതെന്താ? ഞാനൊരു പരങ്ങ മനുഷ്യനാണ്. അവർക്കൊക്കെ എന്നെ പേടിയാ. ഞാൻ വിരുപരാണെന്ന് അവര് പറയും. അത് വേണ്ട, മത്തങ്ങ കണ്ണുകൊണ്ട് നോക്കുന്നതായി കുഴപ്പം. ഒറ്റ വീക്കാൻ പറ്റിയ പറഞ്ഞേക്കാൻ വേണ്ടവരുടെ അടുത്ത കുറിച്ച് പുല്ലൊക്കെ പിന്നെ കാര്യം എല്ലാത്തിനും ഒരു സാക്ഷി ഉള്ളത് നല്ലതാണ്. സാക്ഷി ഞാൻ ഇങ്ങനെ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടുന്നേ. നാട്ടുകാരെ ഈ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൽ പോണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങോട്ടൊന്നും പോകേണ്ട കാര്യമില്ല, ഇതിനകത്തോട്ട് കയറിയാൽ മതി. പല്ലും പാട്ടായും മുഴുവൻ എല്ലാം അതിനകത്തുണ്ട്. എന്തിനാണ് നീ ചെറുക്കനായിട്ട് ഭ്രാന്ത് പിടിപ്പിക്കണേ? എന്റെ വർക്കിച്ചേട്ടാ, ഇതിനകത്ത് ഒരു പെണ്ണുണ്ടെന്ന്. ഈ വീട്ടിനകത്ത് വർക്കിച്ചേട്ടാ, ഈ ഉച്ചക്കിറക്കൻ ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞുണ്ടാക്കുക. ഇവിടെ ഞാൻ മാത്രമേ അമ്മയാണ് കടയിൽ. അമ്മ കടയിൽ പോയി. പിന്നെ ഞാൻ അകത്ത് കണ്ട പെണ്ണേതാ? കണ്ട പെണ്ണേതാ? അതുപോലെ നീ അത് പെണ്ണുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കട്ടതാ. ഒന്നുമില്ലല്ലോ, അവർ ആദ്യക്കാരനാണ്. ആണോ? 1 2 3 4 എന്നാണ് 4 ആണുള്ളവനാണ്. ആഹാ, അപ്പൊ നിങ്ങൾ ഇവന് കൂട്ടാണല്ലേ? എടാ, ഇവന്റെ അനാശാസ പ്രവർത്തനത്തിന് നിങ്ങളും കൂട്ടാണോന്ന്? ഒരാണും പെണ്ണും തമ്മിൽ മിണ്ടിയ അതിനൊക്കെ ഈ അർത്ഥം മാത്രം കാണുന്നു. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്ന് കണ്ടുപിടിച്ചിട്ടേ ഞാൻ നടത്തുള്ളൂ. ശരിയാക്കി തരാ സംരക്ഷണ. ഇല്ലേ ഇല്ലേ വാ, ഇറങ്ങി വാ. അതാ റപ്പായ. അയാളൊരു ശല്യവാ. തന്നാകാരെ ഇവിടെ കണ്ടാ ഇല്ലാക്കാതെ ഓരോന്നൊക്കെ പറഞ്ഞ് പിടിപ്പിക്കും. അയ്യോ, എന്ത് പറയാനാ? അത് തന്നെ മോശപ്പെടുത്തും. എന്നെ പോലുള്ള തന്നെ. ഞാനൊരാണാ. ഞങ്ങളെ പറ്റി എന്ത് കഥയുണ്ടായാലും ആളുകൾ അതൊക്കെ അങ്ങ് മറക്കും. ഇല്ല പറയും അവനൊരാണല്ലേന്ന്. പക്ഷേ പെണ്ണിനെ കുറിച്ചെങ്ങാണ് ഒരു കഥയുണ്ടായാലേ കൊച്ചുമക്കളാന്നേലും വീടില്ല. യജമാനെ, അങ്ങനെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. അതിനേക്കാൾ രസമാ കാണാൻ. പൃഥ്വിരാജ് എന്നാണ് ആളുകളൊക്കെ വിളിക്കുന്നേ. പൃഥ്വിരാജിനെ കണ്ടിട്ടോ? അയ്യോ, ഈ രാജമാനെയൊക്കെ ഞാൻ എങ്ങനെ കാണാൻ യജമാനെ? അയ്യോ, രാജാവല്ല, ഞാനത് മറന്നു. നിനക്ക് കാണാൻ പറ്റില്ലല്ലോ. യജമാനെ, നേരെ ഒരുപാടായി കാണുമല്ലേ? ഞാനും കൂടി പോട്ടെ. ഇതുവഴി വരണം. ഒരു തവിക്കഞ്ഞി ഈ വീട്ടിലുണ്ടാകും. ഞാൻ പോട്ടെ സുന്ദര.
ഇവന്റെ മനസ്സിൽ ആരോ ഉണ്ട്, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ കിടന്ന് തുള്ളിച്ചാടില്ല. മക്കളെ ആരാണെന്ന് പറയണം. ആരായാലും ഈ കുമാരേട്ടൻ നടത്തി തരാം. ഞാൻ പറയത്തില്ല, എനിക്ക് നാണോ. അവന്റെ ഒരു നാണം കണ്ടില്ലേ? എനിക്കറിയാം ആരാണെന്ന്. ആരാ? അങ്ങനെ ഇപ്പൊ നീ എന്റെ വായെന്ന് കേൾക്കണ്ട. നിന്റെ ചില വ്യക്തിക്കളികളൊക്കെ എനിക്കറിയോടാ പൊന്നു മോനെ. മക്കളെ ആരാണെങ്കിലും പറയടാ, ഞങ്ങൾ എല്ലാവരും കൂടി അത് ഭംഗിയായി നടത്തി തരാം. അങ്ങനെ കുമാരേട്ടൻ നടത്തി കൊടുത്താൽ എങ്ങനെയാ? ആരാ എന്താന്നൊക്കെ എനിക്ക് കൂടി അറിയണ്ടായിരുന്നു. ലക്ഷ്മി, അവൻ ഇഷ്ടപ്പെട്ടൊരു പെണ്ണെന്ന് പറയുമ്പോ അത് ആരായാലും നല്ല പെണ്ണായിരിക്കും. അത് വേണ്ടതുപോലെ കണ്ടുപിടിക്കാൻ നമ്മുടെ സുന്ദരൻ നന്നായി അറിയാം. മക്കളെ പറയടാ, നിന്റെ അമ്മ ലക്ഷ്മിയോട് കേട്ടില്ലടാ. ഓ, എല്ലാരും ഒന്ന് പോകുന്നുണ്ടോ? എനിക്കകത്തെ ഒരുപാട് പണിയുണ്ട്. കെട്ടിക്കാൻ വന്നിരിക്കുന്നു. അല്ല കുമാരേട്ടാ, നമ്മൾ ഇവിടെ എങ്ങനെ നിന്നാ മതി? എന്നോട് പറഞ്ഞ കാര്യം പറഞ്ഞ ഞാനും മറന്നു. ലക്ഷ്മി, നമ്മുടെ വർക്കിക്ക് ഒരു പശുവിനെ വാങ്ങിക്കാണ്. നമ്മുടെ ഉപ്പായ ഇടനിലക്കാരൻ വിശ്വസിക്കാൻ പറ്റത്തില്ല. നിങ്ങളാരും വിശ്വസിക്കണ്ട. വിശ്വസിക്കത്തില്ല. പലരും കണ്ണു വെച്ച പശുവാണ്. ഒറ്റ കറവയ്ക്ക് 10 ലിറ്റർ പാല് കിട്ടും. എത്ര? 10 ലിറ്റർ. ഒന്നുകൂടെ കണ്ടിച്ചോ? 9.5. എടാ, ഞങ്ങളോടെങ്കിലും സത്യം തുറന്നു പറയടാ. എന്നെങ്ങാനും പറ്റിക്കാൻ നോക്കാനുണ്ടല്ലോ. അയ്യോ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 8 ലിറ്റർ കറക്റ്റാക്കി വരടാ, നമുക്ക് പോവാം. ലക്ഷ്മിയെ, ആ കടയിലോട്ടൊന്ന് നോക്കിക്കോളാം. തിരക്കം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മോന്റെ കള്ളത്തരങ്ങൾ ഞാൻ കണ്ടുപിടിച്ചാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? 2 ഉണ്ട. സുന്ദരോ, ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടേ. എന്നെ പൊട്ടിയാക്കാമെന്ന് വിചാരിക്കണ്ട. എന്തറിയുന്നുണ്ടെന്നോ? നീ ഒരു തെണ്ടി പെണ്ണിന്റെ പുറകെ വായി നോക്കി നടക്കുവാന്ന്. ഞാനോ? ആ, ഞാനവിടെ പുറകെ വായി നോക്കി നടന്നിട്ടു. 2-3 ദിവസമായിട്ട് അവളിവിടെ കയറി ഇറങ്ങി നടക്കുന്നതോ? 2-3 ദിവസം എല്ലാവരുടെയും ബാക്കിയായിട്ടുള്ള എന്റെ തോടക്കറ വന്നാലുണ്ടല്ലോ. എന്താടാ വന്നില്ലേ? ആ, ഇന്നാണ് അങ്ങോട്ട് പോകുന്നു. അന്ന് മാത്രമേ വന്നുള്ളൂ. പിന്നെ പോത്തൊന്ന് പറയണം. ഇന്നലെ വന്നു. മെനങ്ങാന്ന് നീ ആ രാമന്റെ കടയിൽ നിന്ന് അവൾക്ക് സാധനം വാങ്ങിക്കൊടുത്തോ? എടാ, കൊടുത്തോന്ന്. അമ്മേ, ആ, അവള് പാവമാ അമ്മേ. നമ്മളാരാണ്? കൊച്ചി രാജ്യത്തെ കൊച്ചു തമ്പുരാനോ? അമ്മേ, ആ, അവൾക്ക് ആരുമില്ലത്തോളാം അമ്മേ. കഷ്ടം. കഴിക്കാൻ ആഹാരം വാങ്ങിക്കൊടുക്കാൻ പോലും ആരുമില്ല. ഈ ലോകത്ത് പട്ടിണി കിടക്കുന്നേ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ നീ ആഹാരം വാങ്ങിക്കൊടുക്കുവോ? ദേ, ആ അലവലാതിയെ വിളിച്ച് എന്റെ പെരയിലോട്ടങ്ങ് കയറാമെന്നേ നീ വിചാരിക്കണ്ടടാ. മഴയാന്ന് തോന്നുന്നു. എന്റെ മുളകും മല്ലിയും വെളിയിൽ കിടക്കുവാ. ആരൊക്കെ എതിർത്താലും ഞാൻ അവളെ കെട്ടും. നിന്നെ ഞാൻ വെട്ടും. പിന്നെ നിങ്ങൾ തൊട്ടു. കാണാം. കാണാം. എനിക്കവളെ 100 വട്ടം ഇട്ടോ, അല്ല 1000 വട്ടം കാണി. അവളൊരു സംഗീതമാണ്. പ്രണയത്തിൻ്റെ വിശുദ്ധമായ സാഗരം പോലെ സുന്ദരവും സുരഭിലവുമായ സംഗീതം. ഒരു സാഗര കന്യകയായി അവൾ അവനിൽ നിറഞ്ഞു നിന്നു.
ഞാൻ നിന്നെ പറ്റി ഓർക്കുമായിരുന്നു. നീ എന്നെ പറ്റി ഓർത്തോ? ഞാൻ അങ്ങയെ പറ്റി ഓർത്തിട്ടല്ലേ ഇപ്പൊ ഇവിടേക്ക് വന്നത്. നമ്മുടെ മനസ്സിനെ തമ്മി നല്ല പൊരുത്തമാ അല്ലേ? അയ്യോ, എനിക്ക് പേടിയാ. പേടിയുണ്ടോ? എന്നാ നീ എന്റെ അടുത്തോട്ട് ഇരുന്നോ. നിനക്ക് മഴ ഇഷ്ടാണോ? ആയിരുന്നു. മഴയെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിക്കുമായിരുന്നു. പക്ഷേ ഇപ്പൊ ഈ ശബ്ദം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. നീ പേടിക്കണം. മനുഷ്യർ വേണ്ടാത്തതൊക്കെ ചെയ്യുമ്പോഴാണ് ഇവർ നമ്മളെ പേടിപ്പിക്കുന്നു. നീ ഒന്നതിനെ സ്നേഹത്തോടൊന്ന് നോക്കി, അപ്പം മനസ്സിലാകും നിനക്കതിൻ്റെ സുഖം. ഇല്ലേ, ഞാനിപ്പോ ഒരു സുന്ദര സ്വപ്നത്തിലാണ്. ചറപറ പെയ്യുന്ന മഴ, ഒരു കുടക്കിഴി, ഞാനും നീ ഒന്ന് ഓർത്തു നോക്കി. നല്ല സുഖമല്ലേ? മഴ പോലെ പെയ്യുന്ന പ്രണയം, ആകവാതിൽ തുറക്കുന്ന നിമിഷം, നനവുള്ള നീലനിലാവിന്റെ തോമല, നിന്നെ ഞാൻ എഴുതും ഈ നേരം. സൂക്ഷിച്ച കനവുകൾ കാതിലോതട്ടെ, നിന്നോട് ചേർന്നിരുന്നോട്ടെ, നിന്നോട് ചേർന്നിരുന്നോട്ടെ. നിങ്ങൾ പശുവിനെ വാങ്ങാൻ പോയിട്ടോ? ഞാൻ അങ്ങോട്ട് പോയപ്പോ ഇവർ ഇങ്ങോട്ട് വരുന്നതിനാണ്. അവരെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ നിന്നെ കയ്യോടെ പൊക്കാൻ. അതൊക്കെ ഉണ്ടടാ, എനിക്ക് വേണ്ട നിന്നെ അല്ലടാ, ഇവള് പറഞ്ഞോണ്ടോ. ഇങ്ങ കേറി പോരെ, അണ്ണന്റെ ആനന്ദവൾ ഇവിടെ ഉണ്ട്. നിന്നോട് ഈ വഴി വരാമെന്ന് പറഞ്ഞിട്ടില്ലല്ലേ? എന്തിനാണ് ഈ വന്നത്? നിന്റെ അമ്മയുടെ നായര് പിച്ചറെന്താണെന്നും പറഞ്ഞ് ഇവനെ കാണാൻ വന്നതാ. എന്റെ ശക്തി വന്നതാ. ഈ കൊലങ്ങനെ മാത്രമേ കണ്ടില്ലോടി നിനക്ക് പ്രയോഗിക്കാം.
മതിലല്ലേ വിളിച്ചു കയറ്റിയത്? അതെ. വീട് എഴുതാല് ഞാൻ നിങ്ങളെ നോക്കുന്നു സ്വപ്നത്തിൽ പോലും കരുതണ്ട. അല്ലേലും നീ എന്നെ നോക്കുമെന്ന വിചാരം ഒന്നും എനിക്കില്ലടാ. എന്റെ അമ്മ അങ്ങനെ പറയരുത്. അമ്മ എന്ന് പറഞ്ഞോ പരമകണ്ണന് ജീവനാ. കള്ളിനും കഞ്ചാവിനും കാശ് കൊടുക്കുമ്പോ അവന് ജീവനാ. അതിന്റെ കെട്ട് വിടുമ്പോ എല്ലാം തീരും. ഒന്നുകൂടെ താഴെ. പിന്നെ ആകെക്കൂടി ഉണ്ടായിരുന്ന ഒരു പുള്ള അത് തീർന്നുപോയി. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം മാത്രം നടന്നില്ല. നീ പറഞ്ഞ കാര്യം സഹായിക്കണമെങ്കിലേ ഇത് മാത്രം പോരാ, പോക്കറ്റിലോട്ട് കാശിട്ട്. എന്റെ അണ്ണ ഉണ്ടായിരുന്ന കാശിനല്ലേ കള്ളു മേടിച്ച്. ഇന്ന് എന്റെ കയ്യിൽ എവിടുന്നാണെന്ന് പൈസ എന്ത് കാശില്ലെങ്കിൽ പിന്നെന്തിനാണ് ഈ പരമനെ കാണുന്നത്? കാശുണ്ടോ അയ്യോ ഞാൻ ആ പൊട്ടക്കണ്ണിക്ക് വേണ്ടി ഇന്ന് എന്റെ കാശ് കളയിക്കല്ല. പൊട്ടക്കണ്ണിയാണെങ്കിലും അവളൊരു അപ്സരസാണ്. അല്ലെന്നാ ഞാൻ ഈ കാശ് ഉണ്ടാക്കി തന്നു. അവള് കാല് വഴിയാൻ എന്ത് ചെയ്യും? കാല് വരിക കൊല്ലിഞ്ഞവളെ വെള്ളത്തിൽ വീണ് തൊണ്ടയും തള്ളം ചത്ത് പോയപ്പോഴേ ആരുമല്ലായിരുന്നു ഏറ്റെടുക്കാൻ. നീ അല്ലാതെ പിന്നെ ആരാടാ അവളെ ഏറ്റെടുക്കാൻ? അവളുള്ളത് കൊണ്ട് വല്ലതും കഴിച്ചു കിടക്കും. അണ്ണാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി അവളെ പിച്ച എന്താ വരുന്നത് ശരിയല്ല. എന്താ ബാല്യക്കാരൻ ഈ പരമൂര് ഒരു ശരിയുള്ളൂ. അതെന്തുവാ? അത് കാശിന്റെ ശരിയാ. അവള് തെണ്ടാൻ പോയാലേ ഒരുപാട് കാശ് കിട്ടും. അവള് വരുന്നതിന് മുമ്പേ അത് എന്റെ പണിയായിരുന്നു. നിങ്ങൾ എന്നെ ആര് കാശ് തരും? അവളൊരു പെണ്ണാ. അവള് ചെന്നാല് അനുകമ്പ തോന്നി ഒരുപാട് കാശ് കൊടുക്കും. പിന്നെ ചില പൊങ്കന്മാര് സുന്ദരിയായതുകൊണ്ട് കൂടുതൽ കാശ് കൊടുക്കും. അത് മാത്രമല്ല അണ്ണൻ ഇഷ്ടമുള്ളവർക്ക് തട്ടാനും മുട്ടാനും പറ്റുന്ന നമ്മുടെ കേശു പറഞ്ഞത് ശരിയാ. പക്ഷേ ഇഷ്ടം തോന്നണമെങ്കിലേ നിന്നെപ്പോലുള്ള തെണ്ടിയാ പോയാ നല്ല കാശ് വേണം. ചിക്രി അതുണ്ടോ? നിനക്കും തട്ടാം, തൊടാം, തട്ടാം, തൊടാം. അതില്ലേ എന്റെ ഈ 7 ലക്ഷത്ത് കണ്ടുപോയി. അന്ന് അത്യാവശ്യം കാശൊക്കെ എന്തെങ്കിലുണ്ട്. എന്ത് ജോലിയും കൂലിയും ഇല്ലാത്ത നിന്റെ കയ്യിൽ എവിടുന്നാണ് കാശ്? ജോലിയും കൂലിയും ഉള്ള ഒരാള് ആ പൊട്ടക്കണ്ണിയെ പിച്ച തണ്ടാൻ വിട്ടിട്ടാ പൊട്ടടിക്കുന്നേ. അതെ അണ്ണാ. പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ശരീരം വീർക്കുന്ന പണിയൊന്നും ചെയ്യരുതെന്ന്. ശരീരം വീർത്താലേ അറ്റാക്കൂലെന്ന് പറഞ്ഞു. എന്നോടും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു ശരീരം ഇങ്ങനെ വല്ലാതെ ഉയർത്തലേ ഹാർട്ട് അറ്റാക്കിന് സാധ്യത. എന്റെ അമ്മച്ചിയെ എന്റെ ജന്മത്തിൽ ഞാനിനി പണിയെടുക്കത്തില്ല. അമ്മനക്കല്ല എന്റെ വല്ലവനെയൊക്കെ ഇങ്ങനെ പറ്റിച്ചും തട്ടിച്ചും വെട്ടിച്ചും ഇങ്ങനെ ജീവിക്കുന്ന ഭാഗ്യമാണ്. നമ്മളൊക്കെ ഭാഗ്യവാന്മാരല്ലേടാ? അല്ല, ഭാഗ്യവാന്മാരൊക്കെ തന്നെയാ. പക്ഷെ എനിക്ക് ഭാഗ്യമില്ല. ഞാൻ പറഞ്ഞ കാര്യം മാത്രം നടന്നില്ല. നീ പറഞ്ഞ കാര്യം സഹായിക്കണമെങ്കിലേ 2 കുപ്പി കള്ളും 500 രൂപ വേണം. അണ്ണമ്മ ആദ്യം കള്ള്, പിന്നെ എന്നതാ അമ്മ അവളുടെ പേര്? അവളുടെ പേര് ലീല. ശീലയോ? ശീലയാ ലീല. ഓ എന്റെ ലീല. ലീലാവതിയ ആർക്കറിയാം? ചെന്നായിക്ക് കൂട്ട് കുറുനരി എന്ന് പറയും പോലെ ഇവനൊക്കെ എവിടെന്നെങ്കിലും ആരെങ്കിലും ഒക്കെ കിട്ടും. ഞാൻ എന്നും എന്റെ കുഞ്ഞെ, നീ ഈ നരകത്തിന്റെ എവിടേക്കെങ്കിലും പോ. എന്തിനാ ഇവിടെ ഇങ്ങനെ കിടക്കുന്നേ? എനിക്ക് അവന്റെ താളത്തിന് തുള്ളി കൊടുത്തേ പറ്റൂ.
ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് ഇവിടെ എവിടെയെങ്കിലും ചുരുണ്ട് കൂടി കിടക്കാം. അല്ല തല്ലി കൊണ്ടുപോകും. വെള്ളപ്പൊക്കം കഴിഞ്ഞ് എല്ലാവരും ക്യാമ്പിൽ നിന്ന് പോയപ്പോ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ആരും വന്നില്ല. അകന്ന് ബന്ധുവാണെന്ന് പറഞ്ഞ പരമമാമൻ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. മാമൻ ആരും തുണയില്ലാത്തവർക്ക് ദൈവം തന്ന ഭാഗ്യമാണെന്ന് കരുതി. ഈ ഭാഗ്യത്തെക്കാൾ നല്ലത് നീ നിന്റെ അച്ഛനോടും അമ്മയോടും ഒപ്പം ആ വെള്ളപ്പൊക്കത്തെ മുങ്ങി ചാകുന്നതായിരുന്നു. എന്റെ കുഞ്ഞി, നീ ഒരു നല്ല മനുഷ്യനെ പറ്റി പറഞ്ഞില്ലയോ? അയാളോടെല്ലാം പറ, എന്നിട്ട് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക വെച്ചേ. എന്തിനാ മുത്തശ്ശി? അദ്ദേഹം ഒരുപാട് നല്ലവനാ. എന്തിനാ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നത്? നീ അല്ലേ പറഞ്ഞേ അദ്ദേഹത്തിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്? ആണ്, അതെനിക്കറിയാം. ആ വാക്കുകളിലൂടെ ഞാൻ എല്ലാം അറിയുന്നുണ്ട്. ആ നന്മയെ, സ്നേഹത്തെ ഞാൻ ഒരിക്കലും വഞ്ചിക്കില്ല മുത്തശ്ശി, ഒരിക്കലും വഞ്ചിക്കില്ല. നമ്മളിപ്പോ പറഞ്ഞില്ലേ അദ്ദേഹമാ. എന്റെ കുഞ്ഞി, നിനക്ക് ഈ നരകത്തിൽ നിന്ന് ഇവളെ ഒന്ന് രക്ഷിക്കാമോ? എന്തിനാ മുത്തശ്ശി അദ്ദേഹത്തെ കൂടി ഈ ദുരിതത്തിലേക്ക് വലിച്ചടിക്കുന്നത്? മുത്തശ്ശി, ലീല എപ്പോഴും നിങ്ങളെ പറ്റി എന്നോട് പറയും. ഞാൻ എന്താ പറയേണ്ടതെന്നോ ചെയ്യേണ്ടതെന്നോ എനിക്കറിയില്ല. ലീലയെ കഷ്ടപ്പാടി രക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിൽ അവളെ ഒപ്പം കൂട്ടു കുഞ്ഞേ. അയ്യോ, ഞാൻ പോയ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? പട്ടിണി കടന്ന് ചാവുമായിരിക്കും. ചത്തോട്ടെ, എന്നാലും നീ രക്ഷപ്പെടുക കൊച്ചേ. ലീലേ, എന്റെ കുറവുകളെ എനിക്കറിയാവൂ, ഗുണങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അത് ഇവളോട് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അമ്മ ഇവളോട് പറയണം ഞാൻ എന്താണ്. മോളെ, ഇവനാടി ഈ മനുഷ്യൻ, യഥാർത്ഥ പുരുഷൻ. ഒരു പെണ്ണിന് വേണ്ടത് സ്നേഹിക്കാനും സംരക്ഷിക്കപ്പെടാനും നട്ടലുള്ള ഒരു ആണിനെയാണ്, ഒരു പുരുഷനെ. ഞാൻ വന്നത് നിന്റെ മാമനെ കണ്ട് സംസാരിക്കാനാ. അയ്യോ വേണ്ട വേണ്ട. എന്റെ കുഞ്ഞെ, നീ സമ്മതിച്ചാ ഞാൻ സംസാരിക്കാം. അവൻ ഇവളുടെ മാമനൊന്നുമല്ല, ഇവൾ എന്റെ കൊച്ചുമോളുമല്ല. അവൻ ഒരു നാറിയാ. ഈ പെൺകൊച്ചിനെ പണയം വെച്ചാ അവൻ നിന്നെ ചീർക്കുന്നേ. അവൻ പറയുന്നത് ഇവള് കേട്ടില്ലേ? തല്ലിച്ചതയ്ക്കും, പട്ടിണിക്കിടും. എന്റെ ദുരിതം കാണുമ്പോ ഇവളെല്ലാം സഹിക്കും. ഇത് കുറച്ച് സാധനങ്ങളാ. നീ ഇനി പിറ്റതെന്താ? നിനക്ക് ഇനി കോട്ടാ ഞാനുണ്ടാ. അയ്യോ അയ്യോ, യജമാനെ, അയാള് വരുന്നുണ്ട്. അങ്ങോട്ട് പോയിക്കോ. ഞാൻ അയാളെ കാണാൻ വന്നതാ. വേണ്ട വേണ്ട, വന്നുകൊണ്ട് സംസാരിച്ചു. അയ്യോ അതൊരു മൃഗമാ, എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. അങ്ങോട്ട് പോ. നീ ഇപ്പൊ പോ. ഞാൻ പോയില്ല. പോ, ഞാൻ വരാം. അയ്യോ നീ അകത്ത് പോ. കാണ്ടാമൃഗം കാട്ടുപന്നിയായ അവസ്ഥയിലാ അവന്മാരുടെ വരവ്. വരട്ടെ, അവൻ വരട്ടെ. ചിലതൊക്കെ ഞാനും തീരുമാനിച്ചിട്ടുണ്ട്. ആരോടി മാറിയെന്ന കല്ലകത്ത് ചെല്ലുമ്പോ ഇങ്ങനെയൊക്കെ പലതും ഈ സംഖ്യന്റെ അതോ അതാ രാമന്റെ കടയിലെ പയ്യൻ കൊണ്ടുവച്ചത്. റപ്പായി ആരാടാ? നീയാണോ? നീ പറഞ്ഞിട്ടാണെന്ന് അതല്ലോ അവനിവിടെ പറഞ്ഞത്. ഞാനോ? നീയാണോടാ ഈ സഞ്ചി സാധനം വാങ്ങി ഇവിടെ എത്തിയത്? നീയാണോടാ? അന്നോട് ഇഷ്ടം കൊണ്ട് വെക്കുന്നല്ലേ? എങ്കിൽ നീ ഇന്ന് ഊണ് കഴിച്ചിട്ടേ പോകും. അതെ, റപ്പായി ഇന്ന് ഊണ് കഴിച്ചിട്ടേ പോകും. ഈ സഞ്ചി എടുത്ത് അവിടെ കൈക്ക് പിടിച്ചുകൊണ്ട് അകത്തോട്ട് പോടാ. ഞാൻ കാണട്ടെ.
ഇവിടെ വാരി. എന്റെ അടുത്തേക്ക് വരൂ. എന്റെ അടുത്തേക്ക് വന്നോ. മാലക്കോ, ഒരു ചായ. മാല. ഏയ്, ഇങ്ങനെ എന്തെടുത്തോ? എന്റെ പൊന്നേ, വയസ്സുകാലത്ത് തൊടാതെ സമ്മതിക്കലാണോ? ഇങ്ങോ പോ. സമ്മതിക്കത്തില്ല. നീ എന്തോന്നാടാ ഇതിനകത്ത് ഇങ്ങനെ കമന്ന് കിടന്ന് നോക്കുന്നേ? ഇതിനകത്ത് എന്താ നിധി കുഴിച്ചിട്ടുണ്ടോ? 2 കിഴങ്ങ് മാന്തിയെടുക്കാത്ത വേണം. ഇതിനകത്തോ? എവിടെ നോക്കട്ടെ. ആ, കുമാരേട്ട എനിക്ക് ചായ ഉണ്ടായിരുന്നു. എന്റെ പൊക്കോ എന്റെ ചായ കുടിക്കുക ഞാൻ ഇന്നാക്കിൽ ഒഴിച്ചു കൊടുക്കും. ഉണ്ടാക്കില്ല. പേര് റപ്പായി. ചപ്പായിനെ വിളിക്കാൻ മതിയായിരുന്നു. ഇവന്റെ പേരറിയാവോ? കോമളൻ. ഇവന്റെ മുഖത്ത് നോക്കിയാ വല്ല കോമളത്തോ ഉണ്ടോന്ന്. ഒരു വേലിക്ക് പോത്തില്ല കൂലിക്ക് വന്നു. അതെ അതെ നാട്ടുകാരെ പറ്റിച്ച് വീട്ടുകാരെ പറ്റിച്ച് കുട്ടടി കേൾക്കണ്ടേ ജോലി. അതെ 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 വിട്ടോ വിട്ടോ വണ്ടി വിട്ടോ. അത് മാത്രമല്ല ഇന്ന് പ്രസവിക്കുന്ന കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാതെ അശുഭ ജന്തു. അതെ അതെ പോരാ പോ. പത്രത്തെ പണം നോക്കിയായിരുന്നു. എന്റെ പൊന്നെ പടം നോക്കാത്ത ഒരാള് അകത്തുണ്ട് പെരാലിരിക്കെ. ഇങ്ങോട്ട് ഇങ്ങോട്ട് വേഗം മാറിക്കൂ. ഒരു കാര്യമുണ്ട്, അത് പറയാഞ്ഞിട്ട് എന്റെ നാടിന് ഭയങ്കര ചൊറിച്ചില്ല. അത് ഇങ്ങനെ പണ്ടേ ഉള്ളതല്ല. പൊക്കോണം. എന്താണ് നമ്മുടെ സുന്ദരന്റെ പെണ്ണേതാണെന്ന് അറിയാമോ? ഇവിടെ കല്യാണം കൂടി കഴിക്കുന്നത് സുന്ദരനാണോ പെണ്ണ്? പൊക്കോണം. പിന്നെ അവൻ പുറകെ നടക്കുന്ന പെണ്ണ്. അപ്പൊ പുറകെ നടക്കണം. പറ, എനിക്കറിയാം. അറിയത്തില്ലേ? ഇല്ല. പിച്ചതണ്ടി നടക്കുന്ന ഒരു സാധനമില്ലേ? കണ്ടുമുട്ടി പെണ്ണു. അതേന്ന് ആ നെയ്ക്കുമ്പളങ്ങാക്ക് കഴിക്കാനും വെച്ച പോലത്തെ ഒരു സാധനം. എങ്കിലത് ശരിയാണ്. കഴിഞ്ഞ ദിവസം ആ റെയിൽവേ സ്റ്റേഷന്റെ പുറകെ നിന്ന് രണ്ടും കൂടെ വർത്താനം പറഞ്ഞാൽ അവിടെ വെച്ച് മാത്രമല്ലെന്നേ, ലക്ഷ്മി ചേച്ചി ഇല്ലാത്തപ്പോ ഇടക്കിടക്ക് അവരുടെ വീട്ടിൽ വെച്ച് നാട്ടുകാർ അവരെ കണ്ടിട്ടുണ്ട്. അവനോട് കൊള്ളാലോ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആ കരുനാഗപ്പള്ളി ചന്തയുടെ അടുത്ത് കൂടി ഇങ്ങോട്ട് വരുമ്പോ അവരൊരു ബോൾ ഉരുണ്ടു പോണത് പോലെ അവളുടെ വീട്ടിലോട്ട് കയറി പോണത് ഞാൻ കണ്ടു. ഇത് ആ പെണ്ണിന് വല്ലത് പറയാം. പൊട്ടക്കണ്ണിയല്ലേ, ജീവിച്ചാ പോരെ. അതാണ് കാര്യം. നിങ്ങളെ കുറിച്ച് ഇത് പരദൂഷണമല്ല, ഇത് റപ്പായി പറഞ്ഞതുള്ളതാ. നമ്മളെ സുന്ദരന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കണം. എന്ത് കാര്യം? അവരോട് ചോദിച്ചോ. അതെ, അവനൊരു പെണ്ണിന്റെ പുറകെ മണത്ത് നടക്കുക. അത്രേ ഉള്ളൂ. എന്താ കുറച്ചുകൂടി വേണം? നിങ്ങൾ കേട്ടോ, എന്താ? അവൻ അവളെ ഇഷ്ടമാണ്, അവൾക്കും ഇഷ്ടമാണ്. അവൾ വല്ലപ്പോഴൊക്കെ ഇവിടെ വന്ന് പോകാറുണ്ട്. പിന്നെ അത്യാവശ്യം ചില സഹായങ്ങളൊക്കെ അവൻ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നാ എന്റെ അറിവ്. അപ്പൊ നിങ്ങൾ അവനെ കൂട്ടാണല്ലേ? എടാ, അവരുടെ ബന്ധങ്ങൾ കൊണ്ട് 2 ജീവിതം രക്ഷപ്പെടുമെങ്കിൽ അത് നല്ലതല്ലേടാ. ഓ, അതല്ല പ്രശ്നം. ഇതെന്താ പ്രശ്നം? ആ പെണ്ണിനെ പറ്റി അത്ര നല്ല നടപ്പല്ല നാട്ടുകാർ പറയണം. ആരാടാ ഈ നാട്ടുകാര്? ഈ റപ്പായിയെ പോലുള്ളവർ. എന്താ റപ്പായി നാട്ടുകാരനല്ലേ? എടാ, ഇന്നോ ഇവൻ ഏതെങ്കിലും പെണ്ണിനെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? റപ്പായി പറയണ വിശ്വസിക്കണ്ട. ഇല്ല, പക്ഷേ നാട്ടുകാര് പറയണ വിശ്വസിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്റെ കുമാരേട്ട അവൻ ഇങ്ങോട്ട് വന്നായിരുന്നു. ഇല്ല, എന്താന്നറിയില്ല, മനസ്സിനൊരു വല്ലാത്ത ആദി. ഇത്രയ്ക്ക് അവരാധിപ്പെടാൻ അവനെ പറ്റി നീ എന്താ കേട്ടത്? അവനെ കുറിച്ച് നാട്ടുകാർ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോ വല്ലാത്തൊരാവരാതി. അവൻ ഏതോ ഒരു പെണ്ണുമായിട്ട് അടുപ്പമുണ്ടെന്നോ ഇടയ്ക്കിടയ്ക്ക് അവളുടെ വീട്ടിലോട്ട് പോകാറുണ്ടെന്നോ ഒക്കെ പറയുന്നു. ലക്ഷ്മി, അവന് വേണ്ടി ഒരുപാട് പെണ്ണന്വേഷിച്ച് നടന്നല്ലേ നീ? അവന് ഇഷ്ടമാണെങ്കിൽ ഇതങ്ങോട്ട് നടത്തി കൊടുക്കാം. അതിന് ഈ പെണ്ണിനെ കുറിച്ച് കേൾക്കുന്നൊന്നും അത്ര നല്ലതല്ലെന്ന്. എന്ത് കേട്ടെന്നാണ് പറയുന്നത്? ഒരു വൃത്തിയായിട്ട പെണ്ണിനെ വീട്ടിൽ വിളിച്ച് കയറ്റി എന്റെ കുഞ്ഞിന്റെ ജീവിതം തുലയ്ക്കാൻ ഞാനില്ല. ഇപ്പൊ വിശ്വാസമായില്ല. ഞാൻ പറഞ്ഞപ്പോ വിശ്വാസമായില്ല. ലക്ഷ്മി ചേച്ചിയുടെ വായിന്ന് കേട്ടപ്പോ വിശ്വാസമായ. ലക്ഷ്മി ചേച്ചി, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അവനാ കോഴിക്കരുടെ പുറകെ കൂടെ കിഴക്കോട് പോണത് അവൻ അവിടെ കാണും. അവളുടെ വീട്ടിൽ ഇപ്പൊ പോയ കയ്യോടെ പിടിക്കാം. ആ വൃത്തികെട്ടവളോട്ട് പൊറുക്കാവുന്നേ അവൻ വിചാരിക്കണം. തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ അടങ്ങും.
ദൈവമെന്നോ അതോ അതിനപ്പുറം മനോഹരമായ മറ്റെന്തെങ്കിലും വാക്കുകളുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ കണ്ടതില് ഏറ്റവും മാന്യനായ പുരുഷനാണ് നിങ്ങൾ. അതിന് ആണുങ്ങളെയൊക്കെ കാണാത്തതുകൊണ്ട് പറയുന്നതാ. കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. അവർ തൊടുമ്പോൾ അടുത്തെത്തുന്ന ഓരോ പുരുഷന്റെയും മനസ്സ് ഞാൻ മടുത്തറിയും. ഭിക്ഷയ്ക്കായി സഞ്ചരിക്കുമ്പോൾ ചിലർ ഭിക്ഷ തരാനെന്ന രീതിയിലെ എന്റെ ഈ കയ്യിൽ പിടിക്കും. ഞാനും തൊട്ടിട്ടുണ്ടല്ലോ. ഒരു പെണ്ണിന് കണ്ണും കാതുമില്ലെങ്കിലും ആണ് തൊടുന്നതിന്റെ അർത്ഥം തിരിച്ചറിയാൻ കഴിയും യജമാനെ. എത്ര പേർ എന്നെ ബലമായി കീഴ്പ്പെടുത്തിയിട്ടുണ്ടെന്നറിയുമോ? നല്ലവളല്ല, ചീത്തയായി ശരീരം. നീ കരയല്ലേ? എനിക്ക് വിഷമമാകും. നീ അറിഞ്ഞുകൊണ്ടല്ലോ തെറ്റ് ചെയ്തേ. മറ്റുള്ളവല്ല ഞാൻ തെറ്റുകാരിയാക്കിയേ. പിന്നെ നീ ചീത്തയാകും. ആരെന്ന ചോദ്യത്തിന് അർത്ഥമില്ല യജമാനെ. പലപ്പോഴും എനിക്ക് കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ട്. പട്ടിണിക്ക് മുന്നിൽ ഒരു മാന്യതയ്ക്ക് സ്ഥാനമില്ല. ദുർബലയായ ഒരു വൃദ്ധയും അന്ധയായ ഒരു പെൺകുട്ടിയും പിന്നെ എങ്ങനെ ജീവിക്കും? എനിക്ക് നിന്നോട് ചോദിക്കാൻ ഭയമാണ്. നിനക്ക് ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല. എന്താണല്ലോ അങ്ങക്ക് എന്നോട് ചോദിക്കാം. എനിക്കിഷ്ടമല്ലാത്തതൊന്നും അങ്ങ് പറയില്ലെന്ന് എനിക്കറിയാം. എന്താണേലും പറയും. ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ. അയ്യോ, നിനക്കും എന്നെ ഇഷ്ടമല്ലേ? അയ്യോ, അങ്ങനെ പറയില്ല. എന്റെ ദൈവമാണ് അങ്ങ്. പിന്നെ എന്താ നീ സമ്മതിക്കാത്തെ? മറ്റുള്ളവർ അങ്ങേ ആക്ഷേപിക്കും. അതെന്തിനാ നമ്മൾ ശ്രദ്ധിക്കുന്നേ? നിനക്കിഷ്ടമല്ലേ? എനിക്കിഷ്ടമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ലക്ഷ്മി നിന്റെ അമ്മ വന്നിട്ട് പറയും. നിനക്ക് എന്റെ കൊച്ചിനെ കണ്ടുള്ള വലയിലാക്കാൻ നിങ്ങൾ എന്താ പറയുന്നത്? നിനക്ക് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്ന ഈ തെണ്ടിന്റെ പുറകെ നടക്കാൻ നിനക്ക് നാണമില്ലടാ പറയണ. ലക്ഷ്മി, നീ എന്തൊക്കെയാണ് പറയണേ? പറയട്ടെ. അവർക്ക് മനസ്സിലായല്ലോ ഞാൻ കുരങ്ങനാണെന്ന്. സുന്ദര, നിന്റെ അമ്മ വിഷമം കൊടുത്തല്ലടാ. എടാ സുന്ദര, ഇവൾ പിഴച്ചവളാണ്. പിഴച്ചതല്ല, പിഴപ്പിച്ചതാ. തന്നെ പോലെ നാളെ കിട്ടും. നമ്മൾ ഇവിടെ വീട്ടിൽ ചെന്നപ്പോ എന്താ കുമാരേട്ടാ കണ്ടത്? നിങ്ങൾ പറഞ്ഞു കൊടുക്ക്. എന്ത് കണ്ടെന്നാ? ഒരു കിളവിയെ ഇവിടെ വൃത്തികെട്ട അമ്മാരെ നിങ്ങൾ കണ്ടു കാണും. അതിന്റെ മക്കളെ, കഞ്ചാവ് കൊടുത്തതിന്റെ പേരിൽ ഇവളുടെ അമ്മാവനെ പോലീസ് പൊക്കിക്കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. അങ്ങനെയുള്ള വീട്ടിൽ നിന്നാണോ ഞാൻ ഇവന് പെണ്ണിനെ ഉണ്ടാക്കി കൊടുക്കേണ്ടത്? അമ്മേ, ഇവളാ വീട്ടിലല്ല, അവരിവിടെ സ്വന്തക്കാരുമല്ല. ആ വൃത്തികെട്ടവല്ല ഇവളെ ഈ അവസ്ഥയിലാക്കിയത്. അമ്മേ, നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലേ അച്ഛൻ മരിച്ചപ്പോ എന്നെ വളർത്താൻ വിട്ട പാട്? കുട്ടിക്ക് നിങ്ങളെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് പല രാത്രിയിലും കഥയിൽ വന്ന് മുട്ടി വിളിച്ചാണ് കഥ. അന്ന് രണ്ടും കാണുന്ന നിങ്ങളുടെ അവസ്ഥ അതായിരുന്നെങ്കിൽ ഈ കുട്ടിപ്പേട്ട് വെട്ടുപോയതാണ് ഇത്ര വലിയ കാര്യം. നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേടാ അമ്മ പറഞ്ഞത്. ഒത്തിരി കുറവുകളുള്ള നിനക്ക് നിന്നെ നോക്കാൻ കഴിയുന്ന ഒരു പെണ്ണിനെയല്ലേ വേണ്ടത്? ലക്ഷ്മി, എല്ലാം തികഞ്ഞ ഒരുപാട് പേരെ നീ കണ്ടതല്ലേ? അവന് വിധിച്ച ഇതായിരിക്കും. ലക്ഷ്മി, ലീനയ്ക്ക് സമ്മതമാണെങ്കിൽ നമുക്കിത് അങ്ങോട്ട് നടത്തിക്കൊടുക്കാം.
ഞാനാ എനിക്ക് സമ്മതം. നമുക്ക് ഈ കല്യാണം നടത്തി കൊടുക്കാം. ഇതിന്റെ മുഴുവൻ ചെലവും ഈ ഞാൻ ഏറ്റോളാം. എന്നിട്ട് ഞാനിനി അടുത്ത പശുവിനെ വാങ്ങും. ലക്ഷ്മി, എങ്കിൽ നമുക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയാം, സുന്ദരൻ ലീലയെ കെട്ടുന്നേ. ഇവിടെ തന്നെ നിന്നുള്ളത് എനിക്ക് നാടകം. എന്തിന് അച്ഛനാകുന്നത്? അതേടോ താനൊരു അച്ഛനാകാൻ പോകുന്നു. നമ്മൾ ഭാഗ്യം ചെയ്തവരാ അല്ലേ സുന്ദരേട്ടാ?
കളിയാക്കില്ലേ? കൊരക മനുഷ്യനെന്ന് വിളിച്ച സുന്ദര, ഇടുന്ന കുപ്പായവും മുഖത്തിന്റെ സൗന്ദര്യമുള്ള മനുഷ്യൻ മനുഷ്യത്വമാണ്. അവന് മൃഗങ്ങളിൽ നിന്ന് മറക്കി നിർത്തുന്നു. നീ ഇവളോട് കാണിക്കുന്ന ഈ സ്നേഹമില്ല, ഇവൾക്ക് നിന്നോടുള്ള ഈ കരുതലില്ല, അതാണ് മനുഷ്യത്വം. അതില്ലാതെ മനുഷ്യൻ എത്ര തന്നെ വലുതാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ലടോ. ജീവിതം കൊണ്ട് താനത് തെളിയിച്ചു കഴിഞ്ഞു. ഏതൊരാണിനും ഒപ്പം നിൽക്കാൻ പറ്റുന്നവനാണ് ആണെന്ന്. പിന്നെ അടുത്ത തവണ വരുമ്പോ നമുക്കൊരു ഐ സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണണം. എന്തിനാ ഡോക്ടർ? എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുമോ? ഒരു പ്രതീക്ഷ കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. നേരാണോ ഡോക്ടർ? എന്റെ ലീലയുടെ കടയിൽ കാഴ്ച കിട്ടുമോ? അവർക്കെല്ലാം കാണാൻ കഴിയോ? ആദ്യം പ്രസവം, പിന്നെ ഓപ്പറേഷൻ. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം കണ്ട കയ്യിലാ, മറക്കണ്ട. അല്ലേ? ജീവിതത്തിൽ ഒരു മുട്ട് വിരിഞ്ഞു, ഒരു കുഞ്ഞു മുട്ട് വിരിഞ്ഞു വിടർന്ന് സുഗന്ധം വരുത്താൻ തുടിക്കുന്ന ആ പൂവിനായി അവർ കാത്തിരുന്നു. മുക്തസംഗീതം നിറഞ്ഞ ഒരു സിംഫണി പോലെ. അവളല്ലേ? അവളെ തിയേറ്ററിൽ കയറ്റിയിട്ട് 6 മണിക്കൂർ കഴിഞ്ഞു. ഈ നിമിഷം വരെ നീ ഒരു വക കഴിച്ചിട്ടില്ല. മക്കളെ, ഇത് കുടിക്കടാ. കുടിക്കാം കുമാരേട്ടാ. എനിക്ക് വല്ലാത്ത ടെൻഷൻ. ടെൻഷനോ? എന്നാത്തിന്? മുൻപരിചയൊന്നുമില്ലല്ലോ, അതില്ലേ? എനിക്ക് നേരത്തെ ഒരു കല്യാണം കഴിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഇവിടെ കെട്ടിയാൽ പോലായിരുന്നോ? നിങ്ങൾ അസ്ഥാനത്ത് ഒരു കോമഡി. കൺഗ്രാജുലേഷൻ സുന്ദരൻ. സുന്ദരന് ഒരു സുന്ദര മോൻ ജനിച്ചിരിക്കുന്നു. കണ്ണെന്റെ മോന്റെ പോലെ തന്നെയാണ്. ലക്ഷ്മി, രാവിലെ മുതൽ ഞാൻ കടയടിച്ചിട്ടിരിക്കുന്നത് ഇതൊന്ന് ആഘോഷിക്കാൻ വേണ്ടിട്ടാ. ആദ്യം എല്ലാവർക്കും എന്റെ വക മധുരം. സുന്ദര, മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ലീലയുടെ കണ്ണ് പരിശോധിച്ച ഡോക്ടർ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ചെറിയൊരു ഓപ്പറേഷനിലൂടെ ലീലയുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നുണ്ട്. എന്റെ കുഞ്ഞിന് കാണാൻ കഴിയുമോ? എന്നാ അദ്ദേഹം എന്നോട് പറഞ്ഞത്. പക്ഷെ ഒക്കെ പതുക്കെ മതി. ആരോഗ്യമൊക്കെ വീണ്ടെടുത്തതിന് ശേഷം ഓപ്പറേഷൻ. ഇത് ശരി. രാവിലെ ഇറങ്ങി പോയതല്ലേ, കൂടി സമയം കഴിഞ്ഞിട്ട് വന്നോ നോക്കിയേ. അമ്മേ, സുന്ദരത്തിന്റെ അരിമ വാങ്ങിക്കാൻ പോയതല്ലേ? എല്ലാം നോക്കി കണ്ട് മേടിച്ച് വരുമ്പോഴേക്കും എന്തായാലും നേരം വൈകും. അത് ശരിയാ, എന്റെ കുഞ്ഞിന് നോക്കിയും കണ്ടു എടുക്കാൻ അറിയാം. നീ തന്നെ ഈ വീടിന്റെ ഭാഗ്യമല്ലയോ? എന്റെ തല നൊന്തോ? പിന്നെ അമ്മയുടെ ഒരു നോട്ടം. നീ വന്നേ പിന്നെ ഇതൊരു വീടായി. അതിനു മുമ്പ് ഞാനും അവനും തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു. കൊച്ചിനെ തൊട്ട് എന്റെ കുഞ്ഞിന് എന്തൊക്കെയോ കുറവുള്ളത് പോലെയാ എനിക്ക് തോന്നുന്നു. നീ വന്ന്
നീ അവനോട് ഇടപെടുന്നത് കണ്ടപ്പോഴാ എല്ലാം ഒരു മനുഷ്യനാണ് അവനെന്ന് എനിക്ക് മനസ്സിലായത്. അമ്മേ, ആളിനിപ്പോ വലിയ ഗമയാ. അത് ശരിയാ. നമ്മളെ രണ്ടുപേരും കണ്ട ഭാവേ ഇല്ല. ഏത് നേരം നോക്കിയാലേ മോന്റെ കാലും പറിച്ചില്ല. ആ, ഏതായാലും അമ്മ ഒരു കാര്യം ചെയ്യും, ആ കുമാരേട്ടന്റെ കടയിലോട്ടൊന്ന് ചെന്നേ. സുന്ദരേട്ടൻ ചിലപ്പോ അവിടെ കാണാൻ വന്ന് ഇരിപ്പുണ്ടാവും. അയ്യോ, ഞാൻ പോയി കുഞ്ഞിനെ നോക്കാം. എന്തിനാണ് കരയുന്നേ? കരയല്ലേ? ആ കാര്യണ്ട. എന്തിനാ കരയുന്നേ? എന്റെ ഒപ്പം വന്നതാണല്ലോ. ഈ ഷാപ്പിൽ കയറി കാണുമ്പോളൂ വന്ന അവൻ കാളച്ചന്തയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ലക്ഷ്മി ചേച്ചിയാണെങ്കിൽ കടയുമുണ്ട്. ഇതുപോലൊരു അവസരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കല്ലായിരുന്നാണ്. നിനക്കറിയത്തില്ല, അവിടെ ഇടയുന്ന സാധനമായി അനുഭവമുള്ളതാ. പോലീസുകാരുടെ ഇടികൊണ്ട് നടുവൊക്കെ എങ്കിലും കുറച്ചു നാള് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞെന്നുള്ള ഭാഗ്യം പഴയ പോലെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതൊക്കെ പോയില്ലടാ. ഇപ്പൊ അവിടെ കിടക്കുന്നത് വലിയ വലിയ ആൾക്കാരല്ലേ. അതുകൊണ്ട് തന്നെ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, പൊറോട്ട അടിപൊളിയല്ലേ. പിന്നെ പിന്നെ ഇടയ്ക്ക് ചെലവന്മാരെ മെക്കിട്ട് കയറാം. ഒരു കാര്യം വേണ്ട, അവന്മാര് കയറി ഇങ്ങോട്ട് മെയ്യും. അതിനെന്താണ് പോമഴി എന്ന് വെച്ചാൽ ഈ വലിയ മാമരെയും നമ്മളെക്കാൾ വലിയ തരികളുണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് സോപ്പിട്ട് അന്യായം തന്നെ. ഇതെന്തോ തന്നെ ഒരു പണിയും ചെയ്യാതെ കിടങ്ങി നടക്കുക. ഇടക്കിടക്ക് ആരുടെങ്കിലും മേക്കിട്ട് കയറുക. നാടിന് പിടിക്കാത്ത പണി ചെയ്ത് ജയിലിൽ പോകാൻ 3 നേരം സുഖമായി. അന്യായം തന്നെ. നിങ്ങളൊക്കെയാണെന്നേ എന്റെ മാതൃകകൾ. ഞാനാ പോലെ റപ്പായ സുന്ദരില്ലയോ? ആണോ? അയ്യോ വേണ്ട, ഞങ്ങളങ്ങ് പോകുക. ഞങ്ങളോ? ആരെവിടെ വേറെ ഞാൻ മാത്രമേ ഉള്ളൂ കുഞ്ഞ്. അല്ലല്ല, വേറെ ഇവിടെ ആരോ ഉണ്ട്. എനിക്ക് പരിചയമുള്ളൊരു മണം. ആരെവിടെ വേറെ ഉണ്ട്? ഞാൻ നിന്നെ ദ്രോഹിക്കാൻ വന്ന മക്കളെ. അമ്മാവന് തീരെ സുഖമില്ലൊരു മക്കളെ. ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി. ചാവുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി മക്കളെ. നിങ്ങളുടെ പെറ്റതള്ള പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ആരുമില്ലാത്ത സമയമാ. നീ അങ്ങനെ ആക്കി ഇറക്കരുത്. 1.5 വർഷത്തെ ജയിൽ ജീവിതം അങ്ങനെ ഒരു മനുഷ്യനാക്കി മാറ്റി. മോളോട് മാപ്പ് പറയാൻ വന്നതാ. ആട്ടി ഇറക്കല്ലേ. മക്കളെ, പൊറുക്കടി മക്കളെ, ഈ അമ്മാവനോട് പൊറുക്കടി മക്കളെ. അവൻ്റെതായാലും അടുത്തതായാലും ഒരു ബന്ധുവായിട്ട് നീ മാത്രമേ ഉള്ളൂ. എന്റെ അമ്മ പുഴുവരിച്ച് ചത്തു. അത്രയ്ക്ക് പാപം ചെയ്തിട്ടുണ്ട്. ഇനി എന്നാണാവോ അങ്ങോട്ട് വലിയ താമസമില്ല. മക്കളെ, വയറ് നിന്ന് പൊരിഞ്ഞ് കയറി വന്നതാ. നീ ഇവിടെ ഉള്ളപ്പോ അഞ്ഞന്റെ വീട്ടിൽ കയറി ആഹാരം കഴിക്കുന്നത് ശരിയാവുന്ന മോശം. നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ അകത്ത് പോയിട്ടേ എന്തെങ്കിലും ഉണ്ടോന്നോ. കണ്ടാടാ എന്റെ മകളുടെ സ്നേഹം, കണ്ടാടാ.
മോളെ എന്റെ അമ്മാവനിവിടെ വന്നു. അവൻ മാത്രമല്ല ആ വൃത്തിയായിട്ട് റെപ്പായിട്ടുണ്ടായിരുന്നു കൂടെ. എന്നിട്ട് നീ എന്ത് ചെയ്യണം? എന്നിട്ട് എന്താ കൊടുത്തില്ല, ഞാൻ പുറമെ കരുവ് കൂടെ തന്നെ തലവലി അടിച്ചു. അവന്മാരും ചെയ്യും. എടാ ഈ തെരുവ് കൊണ്ട് അടിച്ചാ? എടാ ഇതിപ്പോ നമ്മൾ അങ്ങാടി മേടിച്ചത് പുതിയ തെരുവല്ലേ? എടാ പോട്ടടാ, അവന്മാർ അങ്ങനെയാണ്. ആങ്ങളെയും പെങ്ങളെയും തിരിച്ചറിയാൻ വന്ന നാറികളാണ്. ഇനി അവന്മാരോടെ വരികയാണെങ്കിൽ നീ എന്നോട് പറയുക, ഞാനും കുമാരേട്ടനും കൂടെ ഇതിന് വേണ്ട നടപടി എടുത്തോളാം. എടി മോളെ, നല്ലൊരു ഒന്നാം തരം എരുമയെ വാങ്ങിച്ചു. അതിനെ വാങ്ങിച്ചോണ്ട് വരുന്ന വഴിയാ ഞാൻ ഇവിടെ ഈ പുകിലിയാക്കണം. ഞാൻ അതിനെ പോയി അടിച്ചോണ്ട് വരാം കേട്ടാ. എന്നാലും കൊള്ളാം. ഞാനങ്ങ് പേടിച്ചു പോയി മോളെ. എന്റെ പൊന്നു താളെ, നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ഇവിടെ വീട്ടിൽ ഒറ്റയാക്കിയിട്ട് എങ്ങോട്ട് പോകാനെന്നോ. ഞാൻ ഇവിടെ നോക്കി ഇരിക്കാടാ. എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. പ്രസവം കഴിഞ്ഞ് 1 മാസം ആയപ്പോഴേ നിന്നോട് ഞാൻ പറഞ്ഞതാണോ ലീലയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ നടത്താൻ? എന്നിട്ട് നീ ആ ഡോക്ടറെ പോയി കണ്ടോ? എടാ കണ്ടോന്ന്? ഞാൻ 2 പ്രാവശ്യം പോയതാ, കാണാൻ പറ്റിയില്ല. നീ പോയാ കാണില്ല. കാണണമെങ്കിലേ അതിനാവശ്യബോധം വേണം. അയ്യോ അമ്മേ, അമ്മ സുന്ദരേട്ടന് വഴക്ക് പറയല്ലേ അമ്മേ. സുന്ദരേട്ടന് സമയം കിട്ടാത്തതുകൊണ്ടല്ലേ. അവൻ ഇതിന് മാത്രം സമയം കിട്ടുന്നില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അയ്യോ അമ്മ, എന്താ സുന്ദരേട്ട നിങ്ങൾ ഒന്നും മിണ്ടാത്തത്? എന്റെ കണ്ണോപ്പറേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അതോ എന്റെ കണ്ണിനെന്തെങ്കിലും പറ്റുമെന്ന് പേടിച്ചാ? ഈ പൊട്ടക്കണ്ണിയുടെ കണ്ണിന് ഇനി ഇതേ കൂടുതൽ എന്ത് പറ്റാനാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സുന്ദരേട്ടൻ നമ്മുടെ ഡോക്ടറെ പോയെന്ന് കാണുമോ? അദ്ദേഹം കണ്ട ഡോക്ടറെ കണ്ട് വലിയ ചിലവില്ലാതെ എന്റെ കണ്ണോപ്പറേഷൻ ചെയ്ത് തന്നെങ്കിലോ? അപ്പൊ എനിക്ക് എന്റെ സുന്ദരേട്ടനെ കാണാൻ കഴിയും, എന്റെ മോനെ കാണാൻ കഴിയും, ഈ ലോകത്തിന്റെ എല്ലാ നിറങ്ങളും കാണാൻ കഴിയും. എന്താ പോകില്ലേ? പോകോ? നാളെ തന്നെ പോണേ.
ലീല അവനിലേക്ക് പടർന്നിറങ്ങി. അരുതായ്മകളുടെ ചിന്തകളിൽ അവൻ കുരുങ്ങിക്കിടന്നു. അവൻ അവനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. അവനവരിലേക്ക് ചുരുങ്ങുന്ന സ്വാർത്ഥതയുടെ അടയാളമായി അവൻ കിതയ്ക്കാൻ തുടങ്ങി. തിരിച്ചുപോക്കല്ലേ, മനുഷ്യനിൽ നിന്ന് മൃഗത്തിലേക്ക്, കുരങ്ങനിലേക്ക്. എന്താ സുന്ദരം നീ ചിന്തിക്കുന്നത്? വരട്ടാ, കുറച്ചേരം ഒന്ന് പുറത്തു നിന്ന്. നീ എന്താ സുന്ദരം ആലോചിക്കുന്നത്? ലീലയുടെ കണ്ണ് പരിശോധിച്ച ഡോക്ടർ എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്, ഒരു ചെറിയ ഓപ്പറേഷനിലൂടെ ലീലയുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നു. നമുക്ക് അദ്ദേഹത്തെ പോയി ഒന്ന് കാണാം, ഒരു ഡേറ്റ് എടുക്കാം. ക്ഷമിക്കാൻ അതിന് സുന്ദരം തെറ്റൊന്നും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഓപ്പറേഷൻ വേണ്ട ഡോക്ടറെ. ഓപ്പറേഷൻ വേണ്ടെന്ന് നീ എന്താ സുന്ദരായി പറയുന്നേ? ഈ ഓപ്പറേഷൻ നടത്തിയാൽ നീ എനിക്ക് കണ്ണ് കാണില്ലേ? കാണും, അതിനു വേണ്ടിയല്ലേ ഓപ്പറേഷൻ. അപ്പോൾ അവൾ എന്നെ കാണില്ലേ? എടോ, അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയല്ലേ തന്നെ കാണുക എന്നത്. എന്നെ കണ്ടു കഴിയുമ്പോൾ, എന്റെ ഈ റൂം കണ്ടു കഴിയുമ്പോൾ അവളെന്നെ വരയ്ക്കില്ലേ? സുന്ദര, വേണ്ട ഡോക്ടറെ, അവൾക്ക് ഈ ഓപ്പറേഷൻ വേണ്ട. കണ്ണു കണ്ടു കഴിയുമ്പോൾ അവളെന്നെ വരട്ടും, എന്നെ ഇട്ടേച്ച് പോകും. എടോ, എവിടെ പോകാനാ? അവൾക്ക് തന്നെ ജീവനാ. എല്ലാരും പറയുന്നു. എല്ലാവരും പറയുന്ന കേട്ട് ജീവിക്കുന്നവരാണോ നീ? സുന്ദര, നീ നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവളുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കരുത്. അല്ല, എന്റെ ഭാര്യ എന്റെ ജീവിതാവസാനം വരെ എന്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ സ്വാർത്ഥതയാണോ ഡോക്ടറെ? അത് സ്വാർത്ഥതയല്ല, പക്ഷേ അതിന്റെ പേരിൽ അവൾക്ക് കാഴ്ച ലഭിക്കരുത് എന്നുള്ള നിന്റെ തീരുമാനം പൊറുക്കാനാവാത്ത തെറ്റാണ്. നിന്നെ കുറിച്ച് ഞാൻ കരുതിയതെല്ലാം തെറ്റായി പോയി എന്ന് തോന്നുന്നു സുന്ദര. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. നീ നിന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, നിന്റെ സന്തോഷത്തെ കുറിച്ച് മാത്രം. അല്ല അല്ല ഡോക്ടറെ, അവളുടെ സന്തോഷം എന്റെ ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും ഞാൻ ഇന്ന് വരെ അവളെ വേദനിപ്പിച്ചിട്ടില്ല. എടോ, കാഴ്ച ഇല്ല എന്നുള്ള അവളുടെ വേദനയോ, എന്നെങ്കിലും തനിക്ക് കാഴ്ച ലഭിക്കും എന്നുള്ള അവളുടെ സ്വപ്നങ്ങളോ, അത് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് പരിഹരിക്കാൻ കഴിഞ്ഞാൽ അവൾക്ക് ലഭ്യമാവുന്ന സന്തോഷം എത്രമാത്രം വലുതാണെന്ന് താൻ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ കരുതിയതൊക്കെ വെറുതെ പേടികൊണ്ട, എന്നെ വെറുക്കുന്ന പേടികൊണ്ട. ഈ ലോകത്തിന്റെ നിറങ്ങൾ അവൾ കാണുന്നത് എനിക്ക് ഇഷ്ടമാണ്. അവൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്തിലെ സകല സൗന്ദര്യങ്ങൾ അവൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒക്കെ എനിക്ക് വേണ്ടി ഇഷ്ടമാണ്. പക്ഷേ എന്നെ കാണുന്നത് ഓർക്കുമ്പോ എനിക്ക് പേടി തോന്നുക ഡോക്ടറെ, പേടി തോന്നുക. എന്നെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ, സഹതാപം മാത്രം. മനസ്സിൽ നന്മയുള്ള മനുഷ്യർ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ നീ ചിന്തിക്കുന്നേ. എന്തൊക്കെയാണ് മക്കളെ നീ പറഞ്ഞത്? ഇത് പറയാനുള്ളൂ നീ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? കുമാരേട്ടാ, അവളെന്റെ ജീവനല്ലേ. ഈ ലോകത്ത് മറ്റെന്തിനേക്കാട്ടിലും കൂടുതൽ ഞാൻ അവളെയല്ലേ സ്നേഹിച്ചത്. അവളില്ലാതെ ഞാൻ എങ്ങനെയോ കുമാരേട്ടോ. നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു? എനിക്ക് നിന്നോട് സങ്കടം തോന്നുക. നീ മനുഷ്യനല്ല, മൃഗമാ. ശരിക്കും ഒരു കുരങ്ങ് മനുഷ്യൻ. എനിക്ക് നിന്നെ കാണണ്ട, ഞാൻ പറഞ്ഞു. എനിക്ക് നിന്നെ കാണണ്ട, എനിക്ക് നിന്നെ കാണണ്ട.
കളിച്ചട്ടെ, ഇപ്പൊ വരാം. ഇവിടെ കിടന്ന് കളിക്കണേ, ഇപ്പൊ വരും. എന്താ സുന്ദരോ, അകത്തുകാരി എന്തോ വേണോ? ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ. കണ്ടില്ലേ, ഇതൊന്നും ഇങ്ങനെ ഇടരുതെന്ന് പറഞ്ഞാൽ കേട്ടില്ല. അതെങ്ങനാ? അവൻ ഇതിന് വല്ല നേരം വേണ്ടായോ? രാവിലെ കടയിൽ പോണം, അതിനിടയ്ക്ക് എരുമയുടെ കാര്യം നോക്കണം, പിന്നെ കൊച്ചിന്റെ കൂടെയുള്ള കളി. ഇതെങ്ങോട്ടാ രാവിലെ കമ്പിപ്പാരയായിട്ട്? ഇതൊക്കെ ഇങ്ങനെ വലിച്ചെറിയരുതെന്ന് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പല്ലട കേൾക്ക, നീ എന്തിനാടാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നീ ആ എരുമേനെ അങ്ങ് കൊടു. എരുമ ഉള്ളത് കൊണ്ടേ ദിവസം 200 രൂപ അധിക വരുമാനം. എന്റെ ചെറുക്കം വളർന്ന് വല്ലാകുമ്പോഴേക്കും നല്ല കാശുണ്ടാക്കി വെക്കണം. അല്ലാതെ നിങ്ങൾ എന്നെ വളർത്തിയ പോലല്ല, ഞാൻ അവനെ വളർത്തുന്നു. രാജകുമാരനെ പോലെ ഞാൻ അവനെ വളർത്തും. ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നും, വളർത്തിക്കൊണ്ട് വരുമ്പോഴറിയാം നട്ടല്ലൊടിയുന്നത്. അല്ലടാ, നീ ഇന്ന് ആ ഡോക്ടറെ കാണാൻ പോയില്ലേ? ഇതെന്താടാ ഈ കാര്യം പറയുമ്പോ മാത്രം നിനക്ക് മിണ്ടാട്ടമില്ലാണ്ട് പോകുന്നത്? നീ ഇന്ന് ഡോക്ടറെ കണ്ടില്ലേ? നിങ്ങൾ എന്നെ നശിപ്പിക്കല്ലേ അമ്മ? നശിപ്പിക്കല്ലേന്നു? എന്തൊക്കെയാടാ ഈ പറയുന്നേ? എന്നെ കൊല്ലല്ലേ അമ്മ? കൊല്ലല്ലേന്നു? മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറ. എന്താ? നമുക്ക് അവിടെ കണ്ണിന്റെ ഓപ്പറേഷൻ ചെയ്യണ്ടമ്മ. സുന്ദര, കണ്ണ് കണ്ടു കഴിയുമ്പോ അവളെന്നെ ഉപേക്ഷിച്ചാലോ? ഈ കൊരങ്ങ മനുഷ്യനെ അവള് നിർത്താലോ അമ്മ? എന്റെ ദൈവത്തിലെ, ഇവനിതെന്തൊക്കെയായി പറയുന്നേ? എനിക്ക് ഇതൊന്നും കേക്കണ്ട. അമ്മ സുന്ദരനോ, എന്താ വിഷമിച്ചിരിക്കാണോ? എന്തിനാ? ഡോക്ടറെ കണ്ടിട്ട് എന്ത് പറഞ്ഞു? ഒരുപാട് കാശാകുമെന്ന് പറഞ്ഞു. അതോർത്തിട്ടാണോ വിഷമിച്ചിരിക്കുന്നത്? അതോ അമ്മ വഴക്ക് പറഞ്ഞു? എന്തിനാ? ഇതേ, നിനക്ക് കണ്ണ് കാണാത്തതുകൊണ്ട് വിഷമമുണ്ടോ? നിന്നെ ഞാൻ രോഗിക്കുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്തിനാ സുന്ദരേട്ട നിങ്ങൾ ഇങ്ങനൊക്കെ പറയുന്നത്? എന്റെ നിങ്ങൾക്ക് ജീവനാണെന്ന് എനിക്കറിയില്ല, പിന്നെ എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നത്? കാണാൻ ആർക്ക സുന്ദരേട്ട ഈ ലോകത്ത് കൊതിയില്ലാത്തത്? എനിക്കുണ്ട്. അത് ഈ ലോകത്തിന്റെ നിറങ്ങൾ കാണാനല്ല, എന്റെ സുന്ദരേട്ടന്റെ ഈ മുഖം ഒന്ന് കാണാനാണ്. ഒരുപാട് കാശാക്കി ഇപ്പൊ വേണ്ട, പിന്നെ എപ്പോഴെങ്കിലും മതി. ഞാൻ തോന്നുന്നത് അതവളുടെ നെഞ്ചിലൂടെ തുളച്ചു കയറി. സുന്ദര,
ഞാനല്ല കുമാരേട്ടാ, അവൻ ചരുവത്തിൽ തട്ടി പരലേക്ക് വിടുക. അവളെന്റെ ജീവനല്ലേ കുമാരേട്ടാ. ഓപ്പറേഷൻ നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. നീയാണ് അവളെ കൊന്നത്. നീ മാത്രം. പറയട്ടോ, ഓടി വായോ. ദാ നീലക്ക് അനക്കമുണ്ട്. സുന്ദരന്റെ പേര് തന്നെ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് വാ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഇവിടെ ഒരു പരിണാമചക്രം തിരിച്ചു കറങ്ങുകയാണ്. നരനിൽ നിന്നും വാനരനിലേക്ക്, മനുഷ്യനിൽ നിന്നും കുരങ്ങനിലേക്ക്, വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക്, ഉദയത്തിൽ നിന്നും അസ്തമയത്തിലേക്ക്. ആ അസ്തമയത്തിന്റെ അവസാന വെളിച്ചത്തിലൂടെ ദാ നമ്മൾ അവനെ കാണുകയാണ്. എന്താ സുന്ദര ഇവിടെ ഇരുന്ന് കളഞ്ഞത്? എടോ, നീല സുഖം പ്രാപിച്ചു. കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. കെട്ടഴിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ആദ്യം പറഞ്ഞത് എനിക്ക് എന്റെ സുന്ദരേട്ടന്റെ മുഖം കാണണമെന്നാണ്. ഇല്ലേ, ഞാൻ കെട്ടഴിക്കാൻ തുടങ്ങുക നിനക്ക് കണ്ടെത്താം നിന്റെ സുന്ദരേട്ടനെ. നിനക്കെന്നോട് വെറുപ്പാണോ? വെറുക്കേ? ദൈവത്തെ ആരെങ്കിലും വെറുക്കോ? ദൈവത്തെ ആർക്കെങ്കിലും വെറുക്കാൻ കഴിയുമോ? സുന്ദരേട്ടാ, നിങ്ങളാണ് എന്റെ കണ്ണ്. നിറങ്ങളാൽ നിറഞ്ഞ കണ്ണ്.